ഒരിടത്ത് മേരി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ജീവിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ഒരു റൂമിനകത്ത് മാത്രമാണ്. ആ കുട്ടി ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും എല്ലാം ഒരു മുറിക്കകത്താണ്. ആ മുറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ മുറിയിലുള്ള എല്ലാ വസ്തുക്കളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ടാവുക. മേരി ഇട്ടിരിക്കുന്ന ഉടുപ്പുകൾ, മേരിയുടെ റൂമിലുള്ള ഫർണിച്ചറുകൾ, ബെഡ്ഷീറ്റ്, കഴിക്കുന്ന ഭക്ഷണം, ഇനി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ എല്ലാം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. മേരി പഠിക്കാൻ നല്ല മിടുക്കിയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവള് പല പല കാര്യങ്ങളെ പറ്റി വായിക്കുന്നതിനോടൊപ്പം തന്നെ കളറിനെ പറ്റിയിട്ടും കളർ വിഷനെ പറ്റിയിട്ടും ഒക്കെ നിരന്തരമായിട്ട് കുറേ അധികം കാര്യങ്ങൾ വായിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മേരിക്ക് അറിയാം എന്താണ് കളർ എന്നറിയാം, എങ്ങനെയാണ് കളർ ഉണ്ടാകുന്നത്, കണ്ണെങ്ങനെയാണ് കളർ കാണുന്നത്, ഇപ്പോൾ കണ്ണിൻ്റെ റെറ്റിനയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഈ കോൺ കോശങ്ങൾ കളറിനെ തിരിച്ചറിയുക, ഇനി അത് എങ്ങനെയാണ് ഒരു നെർവ് ഇമ്പൾസായി ബ്രെയിനിലേക്ക് പോകുന്നത്, ബ്രെയിനിൽ അത് എങ്ങനെയാണ് ന്യൂറോണുകൾ ഉപയോഗിച്ച് ഓരോ കളറും മനസ്സിലാക്കുന്നത് പോലെയുള്ള എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ മേരി പഠിച്ചു വെച്ചിട്ടുണ്ട്. വേണ്ടി വന്ന മേരിക്ക് അതിനകത്തൊരു റിസർച്ച് പേപ്പർ എഴുതാനുള്ള വിവരം വരെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മേരി ജീവിതത്തിൽ ആദ്യമായിട്ട് കളറുള്ള ഒരു ആപ്പിൾ കാണുകയാണ്. ഈ ആപ്പിൾ കാണുന്ന സമയത്ത് മേരിയുടെ ഉള്ളിലുണ്ടാകുന്ന ഫീലിംഗ്, ആ അനുഭവം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കളർ വിഷനെ പറ്റിയിട്ട് എല്ലാം അറിയുന്നത് കൊണ്ട് ഇത് നേരത്തെ പരിചയിച്ച ഒരു വസ്തുവായിട്ടാണോ കാണുക, അതോ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് ഇതൊരു പുതിയ അനുഭവമായിട്ട് മേരിക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളതാണ്. ഇത് ലോകത്തെമ്പാടും ഫിലോസഫേഴ്സ് സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന മേരീസ് റൂം എന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റിഡിലാണ്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് പോകാം. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നീറ്റ്, എന്താണ് അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ വേരിയസ് ആസ്പെക്ട് എന്തെല്ലാമാണെന്നുള്ളതാണ്. കുറച്ചൊരു ലോങ് വീഡിയോ ആയിരിക്കും, പക്ഷേ ഉറപ്പായിട്ടും നീറ്റ് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് വർത്തായിട്ടുള്ള ഒരു സാധനമായിരിക്കും എന്നുള്ളതാണ്. മേരീസ് റൂമിൻ്റെ റിഡിൽ പോലെ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം. എന്താണ് നീറ്റ്? എന്താണ് നീറ്റ് എക്സാം? നീറ്റ് എന്നാൽ നാഷണൽ എൻട്രൻസ് കം എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. ഈ എക്സാം രാജ്യത്ത് നടപ്പിലാക്കിയത് 2015 മുതലാണ് മുഴുവനായിട്ട് നടപ്പിലാക്കിയത്. 2015 മുന്നേ രാജ്യത്തെമ്പാടും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെവ്വേറെ എക്സാമുകളാണ് നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെതായിട്ടുള്ള മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെതായിട്ടുള്ള സെലക്ഷൻ രീതികളുണ്ടായിരുന്നു. കർണാടകത്തിൽ, ആന്ധ്രാപ്രദേശിൽ, തെലങ്കാനയിൽ ഓരോരോ സ്ഥലത്തും അവരുടേതായിട്ടുള്ള ടെസ്റ്റുകൾ. അതിനോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ വൈസുള്ള എല്ലാ കോളേജുകളിലേക്കും അഡ്മിഷൻ കൊടുക്കാൻ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള AIPMT എക്സാമും കൂടെ നടത്തിയിരുന്നു. ഇനി രാജ്യത്തെ ഏറ്റവും നല്ല കോളേജുകളായിട്ടുള്ള എയിംസ്, ജിപ്മർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എയിംസിൻ്റെ എക്സാം, ജിപ്മറിൻ്റെ എക്സാം, പിന്നെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികൾ, നമ്മളുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള എക്സാം, അങ്ങനെ ഒരുപാട് എക്സാമുകൾ വഴിയിട്ടാണ് നമ്മുടെ മെഡിക്കൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെവ്വേറെ എക്സാമുകൾ എഴുതേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നത്തെയാണ് നീറ്റ് എന്ന ഒരൊറ്റ എക്സാം അവതരിപ്പിക്കുന്നതിലൂടെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിച്ചത്. 1 നാഷൻ 1 എക്സാം എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് നമ്മളെ നീറ്റിൽ നമുക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. നീറ്റിൽ നമുക്ക് MBBS മാത്രമല്ല, MBBSനോടൊപ്പം BDS, BAMS അതായത് ആയുർവേദ, ഹോമിയോപ്പതിയുടെ BHMS, യുനാനിയുടെ BUMS, സിദ്ധവൈദ്യത്തിൻ്റെ BSMS, പിന്നെ ബാച്ചിലർ ഓഫ് ന്യൂറോ ആൻഡ് യോഗ സയൻസ് എന്ന് പറഞ്ഞാൽ BNYS എന്ന് പറയുന്ന ഒരു കോഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിലുള്ള കോഴ്സുകളെങ്കിൽ അതിനോടൊപ്പം തന്നെ വെറ്റിനറി സയൻസ്, നമ്മുടെ മൃഗ ഡോക്ടർ ആവാനുള്ള വെറ്റിനറി സയൻസ്, BPT, വിവിധതരം നഴ്സിംഗ് കോഴ്സുകൾ, മിലിറ്ററി നഴ്സുകൾ, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ നഴ്സിംഗ് കോഴ്സുകൾ പോലെയുള്ള ഒട്ടനവധി കോഴ്സുകൾ ഈ നീറ്റ് പരീക്ഷയുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് നീറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? നീറ്റ് നടത്തുന്നത് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. NTA എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓട്ടോണോമസ്, സ്വയം ഭരണ അവകാശമുള്ള ഒരു ഏജൻസി ആയിട്ടാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ NTA വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ്. നീറ്റ് മാത്രമല്ല, മറ്റ് പല നാഷണൽ ലെവൽ എക്സാമുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് NTA ആണ്. NTA നിലവിൽ വന്നത് 2019. 2019 മുന്നേ നമ്മളുടെ ഈ എക്സാം നടത്തിക്കൊണ്ടിരുന്നത് CBSE ആയിരുന്നു, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. പക്ഷേ അതിനുശേഷം കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട്, സുതാര്യമായിട്ട് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേഷൻ മുതൽ എക്സാം നടത്തിപ്പും റിസൾട്ട് പബ്ലിക്കേഷനും അടക്കം ഏറ്റവും സുതാര്യമായിട്ട് നടത്തണം, അതിന് ഏറ്റവും എഫിഷ്യൻസി വരണം എന്നുള്ളതിന് എക്സാമിനായിട്ട് മാത്രമാണ് നമ്മൾ NTA എന്നുള്ള ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചെടുത്തിട്ടുള്ളത്. NTAയുടെ പണി എന്താ? NTA നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നു, NTA കൃത്യമായിട്ടുള്ള എക്സാമിനേഷൻ നടത്തുന്നു, NTA ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ്, നമ്മൾ AIR എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റാങ്കുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഓൾ ഇന്ത്യ റാങ്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം NTA 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് ഈ റാങ്ക് വിവരങ്ങൾ കൈമാറുന്നുണ്ടാവുക. ഒന്നാമത്തത് DGHS, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിലേക്കാണ്. രണ്ടാമത്തത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്ന മിനിസ്ട്രിക്ക് കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോരോ സ്റ്റേറ്റിലേക്കുള്ള കൗൺസിലിംഗ് അതോറിറ്റീസിലേക്ക് കൊടുക്കും. ഇപ്പോൾ കേരളത്തിലേക്കാണെങ്കിൽ CEE, കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന കേരള എൻട്രൻസ് കമ്മീഷണർക്കാണ് NTA വിവരങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ NTA കൊടുക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ സ്റ്റേറ്റിലും അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുകയും ആ റാങ്ക് ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ
നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടാവുക. സോ NTA ഇപ്പോൾ എൻഷുർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സുഗമമായിട്ടുള്ള, ഏറ്റവും സുതാര്യമായിട്ടുള്ള, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സാം നടത്തിപ്പിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ NTA എക്സാം നടത്തിപ്പിനെ പറ്റിയിട്ട് രാജ്യവ്യാപകമായിട്ട് ആക്ഷേപങ്ങൾ വരുന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓരോ വർഷവും NTA അത് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആക്കി നടത്താനും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നടത്താനുള്ള എഫേർട്സ് NTA സൈഡുകളിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് നീറ്റ് എക്സാമിൻ്റെ സിഗ്നിഫിക്കൻസ്? എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് നീറ്റ് എക്സാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ട് മാറുന്നുണ്ടാവുക? നമ്മുടെ നാട്ടിൽ നീറ്റ് എക്സാം എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻസ് നേടുന്നു? വളരെ സിമ്പിളാണ് ഉത്തരങ്ങൾ. നമ്മുടെ നാട്ടിൽ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം 22 ലക്ഷത്തോളമാണ് ഈ വർഷം അപ്ലൈ ചെയ്തത്. എല്ലാ വർഷവും 20 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ടോട്ടൽ വരുന്ന MBBS സീറ്റുകളുടെ എണ്ണം 1,09,000 മാത്രമാണ്. അതുപോലെ BDS സീറ്റുകളുടെ എണ്ണം 28,000 മാത്രമാണ്. സോ ഇത് മാത്രം വെച്ച് കൺസിഡർ ചെയ്ത് നോക്കിയാലും നമ്മളുടെ ടോട്ടൽ സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വെറും 6%. കാരണം ഓരോ വർഷവും എക്സാം എഴുതുന്ന കുട്ടികളിൽ നിന്ന് സീറ്റ് കിട്ടുന്ന ആളുകൾ ഇൻക്ലൂഡിങ് ഗവൺമെൻറ്റും ഡീംഡും എല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പോലും 6% ആളുകൾക്ക് മാത്രമാണ് മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവുക. വെറും ഒരു കോഴ്സ് എന്നതിനപ്പുറം ഇന്ത്യയിൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് MBBSനോ BDSനോ ഒക്കെ കുറച്ചും കൂടി ഒരു സോഷ്യൽ ആസ്പെക്റ്റ് കൂടി നമുക്ക് നിലവിലുണ്ട്. ശരിക്കും ഒരു സമൂഹത്തിൽ ഒരു വീടിൻ്റെ, ഒരു കുടുംബത്തിൻ്റെയൊക്കെ ഉന്നമനം ഈ പറയുന്ന കോഴ്സ് കിട്ടുന്നതോടുകൂടി സാധ്യമാകുന്നു. അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് സൊസൈറ്റിയിൽ ഒരു അധികമായിട്ടുള്ള കുറച്ചൊരു പവറോ ഒരു ബഹുമാനമോ ഒക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വെച്ചിട്ട് തന്നെ മിക്കവാറും എല്ലാ പാരൻസും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഈ ഒരു സാധനത്തിൽ നമ്മൾ വേണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിൽ വരുന്ന ഒരു സോഷ്യൽ പ്രഷറും ഇതുപോലെ തന്നെ സീറ്റുകളുടെ ഒരു ദൗർലഭ്യവും ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകണം, അതൊരു ഔന്നത്യത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ട് നിൽക്കുന്ന സമയത്ത് അത് നേടിയെടുക്കുക എന്നുള്ളത് ഓരോ കുട്ടിയുടെയും ഓരോ ആസ്പിരൻറ്റിൻ്റെയും ഉത്തരവാദിത്തമായിട്ട് വരികയും അത് നേടാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളും ബാക്കി ആളുകളൊക്കെ അവരെ എത്രത്തോളം വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുകയും അതിന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചുറ്റും വരികയൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു വലിയ കോമ്പറ്റീഷനായിട്ട് മാറുകയും ആ കോമ്പറ്റീഷൻ്റെ പാർട്ടായിട്ടിരിക്കുന്ന ആളുകളെല്ലാവരും നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഒരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്നത് പോലെയുള്ള പ്രഷറുകൾ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നുണ്ടാവും. സോ അത്തരത്തിലാണ് ഇന്ത്യയിൽ ഈ നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ സിഗ്നിഫിക്കൻസ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെയെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു നീറ്റ് ആസ്പിരൻറ്റിൻ്റെ ജീവിതയാത്ര എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കുന്നുണ്ടോ? നീറ്റ് പരീക്ഷയിലേക്ക് പോകുന്ന സമയത്ത് ഓരോ ആസ്പിരൻസും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്നറിയോ? അത് അവരുടെ അക്കാഡമിക്സ് ആണ്. അക്കാഡമിക്സ് ജേർണി പറയുമ്പോൾ എനിക്ക് വിവിധങ്ങളായിട്ടുള്ള ഹെഡിങ്ങുകളിലൂടെ പറയാൻ പറ്റുക. ആദ്യം നമുക്ക് സിലബസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സിലബസ് എന്ന് പറയുന്ന സാധനം ശരിക്കും നീറ്റിൽ 11th 12th ആണ്. 11ാം ക്ലാസ് 12ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യങ്ങൾ 8, 9, 10 ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് വരുന്ന കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ് CBSEയുടെ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ 11ാമത്തെ ക്ലാസ് 11th വരുന്ന മുഴുവൻ ചാപ്റ്റേഴ്സും. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനങ്ങളാണ് 12th വരുന്ന മുഴുവൻ സാധനങ്ങളും. 8ാം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസുകൾ അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ശരിക്കും 8ാം ക്ലാസ് മുതൽ 12th വരെയുള്ള ടോട്ടൽ അക്കാഡമിക് പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ നീറ്റ് എക്സാമിൻ്റെ സിലബസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നീറ്റ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് NTA ഓരോ വർഷവും പബ്ലിഷ് ചെയ്യാറുണ്ട്. ഏതെല്ലാം ഹെഡിങ്ങുകളിൽ നമ്മൾ പഠിക്കണം, ഏതെല്ലാം ഹെഡിങ്ങുകളിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാറുണ്ട്. ഓരോ സബ്ജക്ട് വൈസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണുള്ളത്. ഇതിൽ ബയോളജിയിൽ നിന്നാണ് പകുതി ചോദ്യങ്ങൾ നീറ്റ് എക്സാമിന് ചോദിക്കുക. 180 ചോദ്യങ്ങൾ മുഴുവൻ ചോദിക്കുന്നതിൽ ബയോളജിയിൽ നിന്നാണ് 90 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം ഫിസിക്സിനെയും കെമിസ്ട്രീനെയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ബയോളജിയാണ് കുറേയൊക്കെ എളുപ്പത്തിൽ ആളുകൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളും ഉണ്ടാവാറുള്ളത് എന്നുള്ളതാണ്. ബയോളജിയിൽ ഏതെല്ലാം മേഖലകളാണ് നമുക്ക് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോളജി സയൻറ്റിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാൾ പഠിക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും ബേസിക്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്നുള്ളതാണ്. തുടക്കത്തിൽ നമ്മളെ പഠിപ്പിച്ചു തരും എന്തെല്ലാമാണ് ബയോളജിയിൽ വരുന്ന സാധനങ്ങൾ, ജീവനുള്ള വസ്തുക്കൾ, ആ സാധനത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ്, ഏതൊക്കെ പ്ലാന്റ്സ്, ഏതൊക്കെ അനിമൽസ്, ഹ്യൂമൻ ഇതിനകത്ത് എവിടെയൊക്കെ പ്ലേസ് ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഏരിയ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മളുടെ
പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും പുറത്തുള്ള സ്ട്രക്ചേഴ്സും അകത്തുള്ള സ്ട്രക്ചേഴ്സൊക്കെ വളരെ വിശദമായിട്ട് തന്നെയാണ് നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് ഏറ്റവും കനത്ത രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സെൽ ബയോളജി ആൻഡ് മോളിക്കുലർ ബയോളജി എന്നുള്ള രൂപത്തിൽ. നമുക്കറിയാലേ ബയോളജിക്കൽ വേൾഡിലുള്ള എല്ലാ സാധനങ്ങളും കോശങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിക്കുന്ന ഭാഗത്തു നിന്നാണ് നീറ്റ് പരീക്ഷയ്ക്ക് ഈ 90-ൽ 30-35 ചോദ്യങ്ങൾ വരെ ചോദിക്കാറുള്ളത്, ഇൻക്ലൂഡിങ് ബയോടെക്നോളജി അടക്കം അതിനകത്തേക്ക് വരുന്നുണ്ടാവും. ഇനി വേറൊരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻസും പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന പ്ലാന്റ് ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി പോലെയുള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിട്ട് ബയോളജി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ 8ാം ക്ലാസ് മുതലുള്ള സാധനങ്ങൾ വളരെ വൃത്തിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളത് 8-ലുള്ളത് 9-ൽ 10-ൽ 11-ൽ 12-ലുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ ബയോളജിയിൽ ഏകദേശം 90-ൽ 90 ചോദ്യങ്ങളും ആൻസർ ചെയ്യാനും 360 മാർക്കോളം ബയോളജിയിൽ നിന്ന് വല്ലാത്ത അധ്വാനം ഇല്ലാതെ കണ്ടെത്താനും സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം നമുക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രിയാണ് ഈ കൂട്ടത്തിൽ സാധാരണ കുട്ടികൾ വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പഠിച്ചു പോകാൻ സാധിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുന്നത്. കെമിസ്ട്രി ബയോളജി പോലെ തിയറി മാത്രമായിരിക്കില്ല എന്നുള്ളതാണ്. ബയോളജി പോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു പോകുന്ന ഇനോർഗാനിക് കെമിസ്ട്രി എന്നൊരു ഭാഗം ഉണ്ടെങ്കിലും ഫിസിക്സ് ഒക്കെ ഉള്ളതുപോലെ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആക്കുന്ന, കുറച്ചധികം ന്യൂമറിക്കലി ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കേണ്ട, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സാധനവും വളരെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു പാർട്ടുണ്ട്. ഇതിനകത്ത് തന്നെ സാധാരണഗതിയിൽ കുട്ടികൾ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന സാധനം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് കാണാറുണ്ട്. ചില കുട്ടികൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയും വളരെ ഡിഫിക്കൽട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യാറുള്ള സാധനങ്ങൾ എന്നുള്ളതാണ്. ഈ 3 ഭാഗങ്ങളിൽ നിന്നും ഇനോർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക് ഈ 3 ഭാഗങ്ങളിൽ നിന്നും ഏകദേശം 15 ചോദ്യങ്ങൾ വീതം 45 ചോദ്യങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്ന് ഓരോ വർഷം നീറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടാവുക. ഇനിയാണ് കഥയിൽ എല്ലാവരും വില്ലനെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ഫിസിക്സിൻ്റെ കടന്നുവരവ്. ഫിസിക്സ് സാധാരണഗതിയിൽ നീറ്റ് പഠിക്കുന്ന ഒരു കുട്ടി കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എന്നാണ് ഇനീഷ്യലി മനസ്സിലാക്കി വരുന്നുണ്ടാവുക. ഫിസിക്സിൻ്റെ 11th 12th CBSE മുഴുവൻ ചാപ്റ്റേഴ്സുമാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. അതിനകത്ത് ബേസിക് മൂവ്മെൻറ്റ്സ്, കൈനറ്റിക്സ് പഠിപ്പിക്കുന്ന മെക്കാനിക്സ് എന്ന് പറയുന്ന പോർഷൻ, ഫ്ലൂയിഡ്സിൻ്റെയും സോളിഡ്സിൻ്റെയൊക്കെ തെർമൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഓസിലേഷൻ വേവ്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, മോഡേൺ ഫിസിക്സിലെ ആറ്റംസ്, ന്യൂക്ലിയർ, ഡുവൽ നേച്ചർ, സെമി കണ്ടക്ടർ പോലെയുള്ള മേഖലകൾ, ഇതിനെ പറ്റിയിട്ടെല്ലാം പഠിക്കാനുണ്ട്. പക്ഷേ ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നീറ്റിൽ നിന്ന് കടന്നു വരുന്നത് എല്ലാം ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിലായിരിക്കും എന്നുള്ളതാണ്. എല്ലാ വർഷവും കുട്ടികളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സാധനം ഫിസിക്സ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മളുടെ സിലബസ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 8, 9, 10, 11, 12 ഇത്രയും വർഷങ്ങളിലുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അറിയുക എന്നുള്ളതാണ് പാട്. പക്ഷേ ഒരു നീറ്റ് ആസ്പിരൻറ്റിൻ്റെ ജേർണിയിൽ ഇത്രയധികം കാര്യങ്ങൾ ഒരുപോലെ അറിയാനും ഇതിൽ നിന്ന് ഒരുപോലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് പോലെ എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നീറ്റ് ആസ്പിരൻറ്റിൻ്റെ ചരിത്രത്തിലുള്ള ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ വാസ്റ്റ് സിലബസ്. കുറച്ച് വലുതാണ്. നീറ്റിൻ്റെ സിലബസ് ഭയങ്കര വാസ്റ്റാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കാൻ എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ്. പക്ഷേ ഇതിനകത്ത് വളരെ കോർണർ സ്റ്റോർ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് NCERT. NCERTക്ക് നമുക്കറിയാം, നമ്മുടെ NCERT എന്ന് പറയുന്ന സാധനം നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നതാണ്. അവർ പബ്ലിഷ് ചെയ്യുന്ന 11th 12th ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നമ്മുടെ CBSE സിലബസിൽ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്കാണ് ഇതിൻ്റെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് വരാറുള്ളത്. എസ്പെഷ്യലി ബയോളജി, ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഒരു പരിധി വരെയൊക്കെ ഫിസിക്സിലും ഈ NCERTയിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ചോദിക്കാറുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും നീറ്റ് പഠിക്കാനുള്ള കുട്ടികൾ, നീറ്റ് ടോപ്പേഴ്സ്, നീറ്റ് സ്ട്രാറ്റജിസ്റ്റുകൾ, നീറ്റിൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാവരും ഒരുപോലെ ഒരു സംശയമില്ലാത്ത പോലെ പറയുന്ന സാധനമാണ് NCERT ടെക്സ്റ്റ് ബുക്കാണ് നീറ്റ് പ്രിപ്പറേഷൻ്റെ കോർണർ സ്റ്റോൺ എന്ന് പറയാം. വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ നമ്മൾ പഠിക്കാനുണ്ടെങ്കിലും ഇതിനകത്ത് NCERTയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളും NCERT സ്ഥിരമായിട്ട് സംസാരിക്കുന്ന സാധനങ്ങളും മാത്രം ഒരു നീറ്റ് ആസ്പിരൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മതിയാകും എന്നുള്ളതാണ്. സോ ദാറ്റ് മേക്സ് എവറിത്തിങ് ബിറ്റ് സിമ്പിൾ. നമുക്ക് NCERT എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്തുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ്. സോ നമ്മുടെ കൂട്ടുകാർ, പഠിക്കുന്ന ആളുകൾ, ആസ്പിരൻസിനൊക്കെ നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനം NCERT ടെക്സ്റ്റ് ബുക്കാണ്. ഭാഗ്യവശാൽ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു മെച്ചമാണ് കേരള സ്റ്റേറ്റ് സിലബസ് യൂസ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുകയാണെങ്കിലും CBSEയിൽ പഠിക്കുകയാണെങ്കിലും ഒക്കെ ഒരേ ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ മറ്റ് പല സ്റ്റേറ്റുകളിലും, ഉദാഹരണത്തിന് തമിഴ്നാട്ടിലൊക്കെ, അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് സിലബസിൻ്റെ ടെക്സ്റ്റ് ബുക്കും NCERT ടെക്സ്റ്റ് ബുക്കും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നീറ്റിനായിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് സിലബസ് ബുക്കാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ NCERT ടെക്സ്റ്റ് ബുക്കും കൂടി എടുത്ത്
വെച്ച് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ റോട്ടായിട്ട് അതങ്ങ് വായിക്കുക, അത് വായിച്ച് പഠിച്ചാൽ പോരെ എന്നുള്ളതാണ്. പക്ഷെ അത് വായിച്ച് പഠിച്ചാൽ മതിയാവില്ല. NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഓരോ പോയിന്റുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓരോ പോയിന്റിനും വളരെ ഡീപ്പറായിട്ടുള്ള കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ നമുക്ക് ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കണം. ലൈൻ ബൈ ലൈൻ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ഓരോ ഇഞ്ചായിട്ട് നമുക്ക് NCERT ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റണം. NCERT കൊടുത്തിട്ടുള്ള ഡയഗ്രങ്ങൾ, NCERT കൊടുത്തിട്ടുള്ള ടേബിളുകൾ, NCERT മാർക്ക് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും നമ്മുടെ റാങ്ക് ഡിറ്റർമിനിങ് ആയിട്ട് നമ്മുടെ മെഡിക്കൽ ഒരു അഡ്മിഷനിലേക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ ബയോളജിയിൽ നമ്മൾ NCERT യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഫിസിക്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കെമിസ്ട്രിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒരുപോലെ അല്ല. ബയോളജി ഒരു പൊടിക്ക് പോലും വിടാതെ, ഒരു മില്ലിമീറ്റർ പോലും വിടാതെ NCERT നമ്മൾ നോക്കേണ്ടി വരും. ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുന്നത് മുതൽ ആ ചാപ്റ്ററിൻ്റെ സമ്മറിയും ആ ചാപ്റ്ററിൻ്റെ ഒടുവിൽ അവർ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളും സാധനങ്ങളും ഒക്കെ ബയോളജിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, NCERT നോക്കേണ്ടി വരും. പക്ഷേ ഫിസിക്സിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. ഫിസിക്സിൽ NCERT മെൻഷൻ ചെയ്തിരിക്കുന്ന ചില ടോപ്പിക്കുകൾ, ചില തിയറീസ്, ചില സാധനങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ അത് കൃത്യമായി കാണാം ബയോളജി ചെയ്യുന്നത് പോലെ അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് ഓരോ വരിയും പഠിക്കുക എന്നുള്ളതിന് അത്ര വലിയ പ്രസക്തി കിട്ടുന്നുണ്ടാവില്ല. കെമിസ്ട്രി ഇൻ ബിറ്റ്വീൻ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു കെമിസ്ട്രിയിൽ ഇനോർഗാനിക് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് ദിസ് ഇസ് ലൈക്ക് ബയോളജി പോലെ തന്നെ ഇനോർഗാനിക് ഏരിയസിനെ നമ്മൾ കവർ ചെയ്യണമെങ്കിൽ ഫിസിക്കൽ എന്ന് പറയുന്ന ഏരിയനെ നമ്മളിപ്പോൾ ഫിസിക്സ് പറഞ്ഞതുപോലെയാണ് കവർ ചെയ്യേണ്ടി വരിക. ബട്ട് എനിവേ ഐ വാണ്ട് ടു ടെൽ യു സംതിങ് ലൈക്ക് നമ്മളൊരു നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ ഏറ്റവും പ്രൈമറി തിങ് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ സാറേ NCERT മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. NCERTക്ക് അപ്പുറത്തേക്ക് പിന്നെ റെഫറൻസ് ബുക്കുകളുണ്ട്, ചില ഗൈഡുകളുണ്ട്, റെഫറൻസ് മെറ്റീരിയലുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗോ ടു ദ റെഫറൻസ് ബുക്ക് ബിയോണ്ട് NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ പോരാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ വൈഡ് ആയിട്ട് തന്നെ കുറേ അധികം ബുക്കുകളുണ്ട്. ഇപ്പോൾ ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നാഷണലിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രൊഫസർമാർ എഴുതിയിട്ടുള്ള ബുക്കുകളുണ്ട്. അവരുടെ പേരുകൾ ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ്, എല്ലാ ബുക്കുകളും ബെറ്റർ ആണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പേരുകൾ എടുത്ത് പറഞ്ഞ് ഈ ബുക്ക് നല്ലത് ആ ബുക്ക് മോശം എന്ന് പറയാൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണുള്ളത്. അപ്പോൾ ഈ റെഫറൻസ് ബുക്കുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ചില ഏരിയാസ്, ചില സാധനങ്ങളൊക്കെ വളരെ ചെറുതാക്കി നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രൂപത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ലളിതമായിട്ട് പറഞ്ഞു തരുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ടാവുക റെഫറൻസ് ബുക്കുകളിലായിരിക്കും. ഫിസിക്സിനും അതെ, കെമിസ്ട്രിയിലും അതെ, ബയോളജിയിലും അതെ എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ കുട്ടികൾ പഠിക്കുമ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. മിക്കവാറും ആളുകളൊക്കെ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടേതായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള കോച്ചിങ് റെഫറൻസ് ബുക്കുകളൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് റെഫറൻസ് എടുത്തതിന് ശേഷമായിരിക്കും ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന മെറ്റീരിയലുകൾ ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ കുറേ മെറ്റീരിയൽ ഒന്നും വായിച്ച് നടക്കണ്ട. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേ അധികം കാര്യങ്ങൾ കിട്ടും. പിന്നെ ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നതും മിക്കവാറും കുട്ടികളൊക്കെ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏതെങ്കിലും ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. അപ്പോൾ ഈ പറയുന്ന കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ലളിതമാക്കി പറഞ്ഞു തരാനും, അല്ലെങ്കിൽ കുറച്ച് തീരെ പറയാത്ത കാര്യങ്ങളെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാനൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ റെഫറൻസ് മെറ്റീരിയൽ വേണോ? ടു ബി വെരി പ്രിസൈസ്, നമ്മളുടെ അടുത്ത് എല്ലാ സ്ട്രാറ്റജിസ്റ്റുകളും എല്ലാ ആളുകളും പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന നീറ്റ് എന്ന് പറയുന്ന എക്സാം കിട്ടാൻ വേണ്ടിയിട്ട് തിയറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റെഫറൻസ് ബുക്കുകളിലേക്ക് പോകുന്നതിന് പകരം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സ്പേർട്സ് പറയുന്നത്. പകരം നമുക്ക് റെഫറൻസ് ബുക്കുകൾ വേണ്ടിയ ഒരു സാധനമുണ്ട്. എന്തിനാണെന്നറിയോ? നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്റ്റഡി ടെക്നിക്കിൻ്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ടെക്നിക്കുകൾ അടുത്തതായിട്ട് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓരോരോ റെഫറൻസ് ബുക്കുകൾ എടുത്ത് ആ റെഫറൻസ് ബുക്കിലുള്ള പ്രാക്ടീസ് പ്രോബ്ലങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെഫറൻസ് ബുക്ക് എടുക്കുക, പ്രോബ്ലങ്ങൾ ചെയ്യുക. അങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റെഫറൻസ് ബുക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവുക. കുറേ അധികം ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിനകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഓർക്കണേ, അടുത്തതായിട്ട് നമ്മൾ എഫക്റ്റീവ് സ്റ്റഡി സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം
നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 500, 600, 700 ഒക്കെ ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ റെഫറൻസ് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകേണ്ടി വരും. സോ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ്. പക്ഷേ സിലബസിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു NCERT ടെക്സ്റ്റ് ബുക്ക്, ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റെഫറൻസ് ബുക്കുകൾ എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. ഉദാഹരണത്തിന് ഡോപ്പയിൽ നമുക്ക് കോഡ് ബ്ലൂ എന്ന് പറയുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. നമ്മളത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നാഷണൽ വൈഡ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നല്ല റെഫറൻസ് മെറ്റീരിയലും എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ടുള്ള ഏറ്റവും നല്ല പ്രാക്ടീസ് പ്രോബ്ലങ്ങളെല്ലാം കൂടി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യുന്നത് വഴിയിട്ട് പല പല ബുക്കുകളൊന്നും റെഫർ ചെയ്യേണ്ട അല്ലെങ്കിൽ റെഫർ ചെയ്യണം എന്നുള്ളൊരു കഷ്ടപ്പാട് കുട്ടികളുടെ സൈഡിൽ നിന്ന് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഴിവാക്കി കൊടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ യു ക്യാൻ യൂസ് NCERTക്ക് പുറമെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സഫീഷ്യൻറ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം? ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ എഫക്റ്റീവ് സ്റ്റഡി സ്ട്രാറ്റജീസ്. നമ്മൾ നീറ്റിന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഈ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുക? നമ്മൾ പറഞ്ഞു അല്ലേ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും കോച്ചിങ് ക്ലാസ്സുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ പഠിക്കാറുള്ളത്. സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡിയുടെ സക്സസ് റേറ്റും വളരെ കുറവായിട്ട് തന്നെയാണ് നമ്മൾ ഓൾ ഇന്ത്യ വൈസ് റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ കാണാറുള്ള സാധനങ്ങൾ. അപ്പോൾ ഒരു കോച്ചിങ് ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എഫക്റ്റീവ് സ്റ്റഡി സ്ട്രാറ്റജിയിൽ ഒന്നാമതായിട്ട് നിങ്ങളോട് പറഞ്ഞാലുള്ള കാര്യം. ഇനി അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു അധ്യാപകൻ വരുന്നു, ടീച്ചർ വളരെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള നോട്ട് എടുക്കേണ്ടതുണ്ട്. ക്ലാസ് എഴുതുന്ന സമയത്ത്, ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ അധ്യാപകർ പറയുന്ന കാര്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട് എഴുതണം എന്നുള്ളതാണ്. ഓർക്കുക, എൻട്രൻസ് എക്സാമുകളിൽ എപ്പോഴും നമ്മുടെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ മനസ്സിലാക്കിയത് എത്രത്തോളം എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ റോട്ടായിട്ട് കാണാപ്പാടം അല്ലെങ്കിൽ അധ്യാപകൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകളും എഴുതുന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. വാട്ട് വി ഹാവ് ടു ഡു ഇസ് ലൈക്ക് വി ഹാവ് ടു മേക്ക് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു നോട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി ക്ലാസ് കണ്ട് നോട്ട് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് വായിച്ച് നോക്കുക, നമ്മൾ കാര്യങ്ങൾ എത്രത്തോളം ഗ്രാസ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി ആയിട്ട് പറയുന്നുണ്ടാവും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 140ഓളം റിസോഴ്സുകൾ റെഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റിസോഴ്സുകളിലെ എല്ലാത്തിലും തന്നെ മെജോറിറ്റി ആൾക്കാർ പറയുന്ന സാധനം നമുക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് സ്ട്രാറ്റജി സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു തിയറി നമ്മളെ പഠിപ്പിച്ചു തരാം. ഉദാഹരണത്തിന് നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ അത് മൊത്തം കേട്ട് അതിൻ്റെ നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള തരത്തിൽ തന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ പറ്റാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലിരുന്ന് പഠിക്കുന്ന ആളുകളുണ്ടാവും, അവർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹാർട്ട് വർക്ക് ചെയ്യുന്നത് ബ്ലഡ് ഇങ്ങനെ ലങ്ങിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പോയി ശരീരഭാഗങ്ങളിലൂടെ പോയി തിരിച്ച് വന്ന് റൈറ്റ് ഏട്രിയത്തിൽ വന്ന് അങ്ങനെ നമുക്ക് ആ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളോട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം. വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ തന്നെ ഷോർട്ട് നോട്ടുകൾ, നമ്മുടെ ഓൺ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ സമ്മറൈസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓൺ നോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ പഠിച്ചു വെച്ച പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ വരച്ചു വെച്ച അല്ലെങ്കിൽ വായിച്ച ഒരു തിയറി, ആ തിയറീനെ ഒരു ഡയഗ്രാം ആക്കിയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. അതിനൊരു വിഷ്വൽ ഒരു സാധനമാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണ് ആ സാധനം പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച് തീർന്ന സാധനങ്ങൾ, ഇപ്പോൾ ഇന്ന് പഠിച്ച സാധനങ്ങളും ഇന്നലെ പഠിച്ച സാധനങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വളരെ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്ത് നോക്കാവുന്ന സാധനങ്ങളുണ്ട്. ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ് ഇംബൈബിഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, വാട്ട് വാസ് ഇംബൈബിഷൻ എന്ന് നമ്മൾ ഓർത്ത് നോക്കുക. ചിലപ്പോഴൊക്കെ നിങ്ങൾക്കത് കിട്ടും, ചിലപ്പോൾ അത് കിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ നമ്മൾ നോക്കുക, ഓക്കെ ഇംബൈബിഷൻ എനിക്ക് ഒന്നുകൂടി പഠിക്കാനുണ്ട് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ നിങ്ങളത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കാരണമാവും എന്നുള്ളതാണ്. സോ ഓർക്കുക, ക്ലാസ് കേൾക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുക, ക്ലാസ് കേൾക്കുക. നിങ്ങളിപ്പോൾ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്തില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പോലെയുള്ള ഫ്രീ പ്ലാറ്റ്ഫോമുകളിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് എഴുതിയെടുക്കണം എന്നുള്ളതാണ്. നോട്ട് എഴുതിയെടുത്ത് പഠിച്ചു കഴിയുമ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നടക്കാനുള്ളത്. സമ്മറൈസ് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക, അതിനൊരു വിഷ്വൽ എയ്ഡായിട്ട് മാറ്റുക, മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വളരെ എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം നീറ്റ് എക്സാം എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് പോകുമ്പം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഇത് നമുക്ക് തിയറി പാർട്ട് നമ്മുടെ കൺസെപ്റ്റ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഇത്ര പഠനം മതിയാവില്ല. അതിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു വലിയ സാധനമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പ്രാക്ടീസ്.
പ്രാക്ടീസ് മേക്ക് എവറിത്തിങ് പെർഫെക്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് ട്രൂ ഫോർ നീറ്റ് എക്സാം ഓൾസോ. നമ്മളൊരു തിയറി പഠിച്ചു, തിയറി മനസ്സിലാക്കി, അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ സമ്മറൈസ് ചെയ്തു, വിഷ്വലൈസ് ചെയ്തു, വിഷ്വൽ എയ്ഡ് ഉണ്ടാക്കി വെച്ചു. പക്ഷേ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. എസ്പെഷ്യലി നമ്മളൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു തിയറിയിലൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അനുഭവത്തിൽ വരുന്ന സമയത്ത് മാത്രമാണ് അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാവുക. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ വഴി മാത്രമേ അതിനുള്ളൂ. മിക്കവാറും ഒക്കെ നീറ്റ് ആസ്പിരൻറ്റ് ഫെയിൽ ആവുന്നതിനുള്ള ഏറ്റവും വലിയ റീസൺ ആയിട്ട് ആളുകൾ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ പ്രാക്ടീസിൻ്റെ കുറവായിട്ട് തന്നെയാണ്. നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഏറ്റവും എളുപ്പ വഴിയിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാക്ടീസ് സെഷൻസ് സഹായിക്കുന്നുള്ളതാണ്. നീറ്റ് പ്രിപ്പറേഷൻ്റെ ഏകദേശം 60% സമയം ഒരു കുട്ടി പ്രാക്ടീസിലായിട്ടാണ് ചിലവഴിക്കേണ്ടതെന്നാണ് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് കേൾക്കുകയും നോട്ട് എഴുതുകയും നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു 30% സമയം മാത്രമായിരിക്കും. ബാക്കി സമയങ്ങളിൽ ഒരു 60% സമയങ്ങൾ നമ്മൾ പ്രാക്ടീസ് സെഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചിലവഴിക്കേണ്ടി വരിക എന്നുള്ള ഒരു വാസ്തവം നിങ്ങൾ എല്ലാ നീറ്റ് ആസ്പിരൻസും അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്കാണ്. എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക? നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പോലെ തന്നെ NCERTയുടെ ഉള്ളിൽ തന്നെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ആ ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇനി അഥവാ നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ് കേട്ടിട്ടാണെങ്കിൽ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ ഫാക്കൽറ്റീസ് ക്ലാസ്സിൽ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും NCERTയിൽ ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ചോദ്യങ്ങളാണ് നമ്മളെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന സാധനങ്ങൾ. അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞ ഫണ്ടമെൻ്റൽ റെഫറൻസ് മെറ്റീരിയലുകളുണ്ട്. ചില റെഫറൻസ് മെറ്റീരിയലുകളിൽ വളരെ ബേസിക് ലെവലിലുള്ള ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമുക്ക് റെഫറൻസിന് വേണ്ടി ആ ചോദ്യങ്ങൾ നമുക്കൊരു ലെവൽ 0 ക്വസ്റ്റ്യൻസോ ലെവൽ 1 ക്വസ്റ്റ്യൻസോ ചോദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും എത്ര ഡീപ്പറായിട്ടുള്ള കൺസെപ്റ്റ് ആണെങ്കിലും എത്ര സോളിഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ലെവൽ 0 അല്ലെങ്കിൽ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് മാത്രമാണ്. സോ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ തിയറി ആയിട്ട് ആ ഒരു സാധനമായിട്ട് കുറച്ചും കൂടി ഇൻവോൾവ് ആവുകയും അത് കുറച്ചും കൂടി ഡെപ്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ലെവൽ 1 ഒരു മാസ്റ്റർ ആയി കഴിഞ്ഞാൽ വി ഹൗ ടു ഗോ ടു ലെവൽ 2. ലെവൽ 2ലേക്ക് പോകണം. ലെവൽ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ലെവൽ 3ലേക്ക് പോകണം. ലെവൽ 3 മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ലെവൽ 4ലേക്ക് പോകണം. അത് കഴിഞ്ഞാൽ ലെവൽ 5ലേക്ക് പോകണം. അങ്ങനെ ഓരോ ലെവലിലും ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തിട്ട് തന്നെയാണ് പോകേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം പേഷ്യൻസ്, ക്ഷമ വേണം. വൈ? ബിക്കോസ് നമുക്ക് ഓരോ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴും എല്ലാ പ്രാക്ടീസ് ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമില്ല. നീറ്റ് കോച്ചിങ്ങിൽ വരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് അടുത്തതായിട്ട് നമ്മൾ മെൻ്റൽ ചലഞ്ചുകൾ അല്ലെങ്കിൽ നോൺ അക്കാഡമിക് ചലഞ്ചുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാൻ വേണ്ടി പറ്റും. ഈ ക്ഷമയോടുകൂടി ഇരിക്കാൻ വേണ്ടി പറ്റുക, എസ്പെഷ്യലി ഉത്തരങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ക്ഷമയോടുകൂടി ഇരിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഓരോ തിയറിയും വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏതെല്ലാം സബ്ജക്റ്റിനാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് ബയോളജി പോലെയുള്ള ഒരു സാധനം നമുക്ക് ചിലപ്പോൾ വായിക്കുമ്പോഴേ മനസ്സിലാവും. മുഴുവനായിട്ട് കൺസെപ്റ്റിനെ സമ്മറൈസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് കഴിയുമെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാത്തിടത്തോളം കാലം ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ബയോളജിയിലും നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, കെമിസ്ട്രിയിലും നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അതുപോലെ തന്നെ ഫിസിക്സിലും നല്ല ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഏതാ? ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്ക്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ, അതിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ നീറ്റ് ആസ്പിരൻസിന് വരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നീറ്റ് ആസ്പിരൻസ് ചെയ്യുന്ന ഒരു കാര്യം അതൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നുള്ള രൂപത്തിൽ അത് വളരെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലേക്ക് കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കുഴി കുഴിച്ചു വെക്കുന്നത് പോലത്തെ സാധനമാണ്. സോ പ്രാക്ടീസ് മേക്സ് എവറിത്തിങ് പെർഫെക്റ്റ്, ഇൻക്ലൂഡിങ് നീറ്റ് കോച്ചിങ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ 60% അതിൽ കൂടുതൽ സമയമോ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കേട്ടു, നോട്ട് എഴുതിയെടുത്തു, സമ്മറൈസ് ചെയ്തു, സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി വിഷ്വലൈസ് ചെയ്ത് നോക്കി, ധാരാളം പ്രാക്ടീസ് ചെയ്തു. പഠനം കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുക. പഠനത്തിൻ്റെ ഒരു മേജർ ഭാഗം കൂടി ബാക്കിയുണ്ട്. അതെന്താണെന്നറിയോ? അത് നമ്മൾ പഠിച്ച കാര്യത്തിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? പല ഭാഗങ്ങളിലും നമുക്ക് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ശരിക്കും നീറ്റ് ആസ്പിരൻസിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് നേരിടാൻ വേണ്ടി പോകുന്നത് ഈ ടെസ്റ്റായിട്ട് ബന്ധപ്പെട്ട മാനസികമായിട്ടുള്ള വെല്ലുവിളികളിലൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം പഠിച്ചു, നല്ലോണം പ്രാക്ടീസ് ചെയ്തു, നല്ല രൂപത്തിൽ ടെസ്റ്റ് എഴുതി, പക്ഷേ അതിനകത്ത് മാർക്ക് ചിലപ്പോൾ പകുതി മാർക്കോ
പകുതി താഴെ മാർക്കോ ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ ടെസ്റ്റ് എഴുതിയത് നമുക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് എത്ര സ്കോർ ഉണ്ടെന്ന് അറിയാനും വേണ്ടിയിട്ടുമല്ല. നമ്മൾ ഈ ടെസ്റ്റ് എഴുതുന്നത് നമ്മൾ സെൽഫായിട്ട് ഇമ്പ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത റൗണ്ടിലേക്ക് ഇതേ ചാപ്റ്റർ അല്ലെങ്കിൽ ഇതേ സാധനം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതെല്ലാം ഏരിയകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, എവിടെ നിന്നായിരുന്നു ഓരോ തവണയും തെറ്റുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് നീറ്റ് പ്രിപ്പറേഷൻ നടക്കേണ്ടത് പല റൗണ്ടുകളിലായിട്ടാണ് നടക്കേണ്ടത്. ഒരു ചാപ്റ്റർ തന്നെ നമുക്കൊരു 10 റൗണ്ടോ 20 റൗണ്ടോ 30 റൗണ്ടോ 40 റൗണ്ടോ 50 റൗണ്ടോ സമയം അനുവദിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് എത്ര തവണ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പറ്റുമോ അത്രയും നല്ലതാണ്. ഓരോ റൗണ്ട് പ്രിപ്പറേഷനും കംപ്ലീറ്റ് ആവുന്നത് വിത്ത് ഒരു എക്സാമും ആ എക്സാമിൻ്റെ അനാലിസിസും കൂടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സോ ആദ്യം നമ്മൾ ക്ലാസ് കേൾക്കുന്നു, പിന്നീട് നമ്മൾ അതിൻ്റെ നോട്ട് പഠിച്ചെടുത്ത് സമ്മറൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ടെസ്റ്റ് എഴുതി അനലൈസ് ചെയ്ത് നോക്കുക, തെറ്റിപ്പോയ ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക, വീണ്ടും അടുത്ത റൗണ്ട് അതേ ചാപ്റ്റർ നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതാണ്. സെയിം ചാപ്റ്റർ എടുത്ത് വെച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു പോവുക, വീണ്ടും ടെസ്റ്റ് എഴുതുക, അനലൈസ് ചെയ്യുക, വീണ്ടും അടുത്ത റൗണ്ട് പഠിക്കുക. ഇതുപോലെ തന്നെ ടെസ്റ്റിംഗ് ആൻഡ് ഇംപ്രൂവിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സാധനമാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നീറ്റ് ആസ്പിരൻറ്റും ഇപ്പോൾ നീറ്റിൽ ടോപ്പറായിട്ട് വരുന്ന ഓൾ ഇന്ത്യ റാങ്ക് 1 മുതൽ അങ്ങോട്ടേക്ക് ഗവൺമെൻറ് MBBS നേടുന്ന എല്ലാ കുട്ടികളും നിരന്തരമായിട്ട് ചെയ്തു വരുന്ന സാധനമാണ് ഈ ടെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു കാര്യം. ശരിക്കും ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് മെൻ്റലി ഡൗൺ ആയി പോയില്ലേ? തീർച്ചയായിട്ടും വല്ലാതെ ഡൗൺ ആയി പോകും. അത് നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു നോൺ അക്കാഡമിക് ചലഞ്ചാണ്. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക പോലെ അല്ലെങ്കിൽ സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഏറ്റവും നോൺ അക്കാഡമിക് ആയിട്ടുള്ളൊരു ചലഞ്ചാണ് നമ്മുടെ ഈ ഒരു വിഷമം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ വിഷമത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വീണ്ടും ടെസ്റ്റ് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളത്. ഒരുപാട് കുട്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ എക്സാമിന് സ്വാഭാവികമായിട്ട് മാർക്ക് കുറഞ്ഞു പോകും. ഈ മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന മനോവിഷമത്തിനെ നേരിടാൻ കഴിയാത്തത് കൊണ്ട് ടെസ്റ്റ് എടുക്കാതിരിക്കുക എന്നുള്ള ഒരു എസ്കേപ്പ് സ്ട്രാറ്റജീസിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. അങ്ങനെ ടെസ്റ്റ് എടുക്കാതിരിക്കുക എന്ന് പറയുന്ന ആ ഒരു സാധനത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫെയിലിയേഴ്സ് വരാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഫെയിലിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ടെസ്റ്റ് എടുക്കുക. അങ്ങനെ നിരന്തരമായിട്ട് ടെസ്റ്റ് എടുത്ത് അതിനകത്തുള്ള ഇമ്പ്രൂവ്മെൻറ്റ് സാധനങ്ങൾ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓർക്കുക, നമ്മുടെ എഫക്റ്റീവ് സ്റ്റഡി സ്ട്രാറ്റജീൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ടെസ്റ്റിംഗ് ആൻഡ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവിങ് എന്നുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. സോ നമ്മളൊരു അക്കാഡമിക്സ് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം 1, 2, 3, 4 എന്നുള്ള ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം നല്ലൊരു ക്ലാസ് കേൾക്കുക, അതിനകത്തുള്ള നോട്ട് എഴുതിയെടുക്കുക, ആ നോട്ട് പഠിക്കുക. ഇനി നമ്മളതായിട്ടുള്ള സമ്മറൈസേഷൻസ് കൊണ്ടുവരിക, നമ്മുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊണ്ടുവരിക. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. സ്വന്തമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന സ്വന്തം നോട്ടുകൾ, ഷോർട്ടായിട്ടോ ലോങ് ആയിട്ടോ സ്വന്തം ഓൺ നോട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക. നേരെ പ്രാക്ടീസിലേക്ക് പോവുക, കുറേ അധികം പ്രാക്ടീസ് ചെയ്യുക, ടെസ്റ്റ് എഴുതുക, ടെസ്റ്റിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് വീണ്ടും അടുത്ത റൗണ്ട് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പല റൗണ്ടുകളിലായിട്ടാണ് നമ്മൾ അക്കാഡമിക്സ് കൊണ്ടുപോകേണ്ടത്. സോ ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ അക്കാഡമിക് ചലഞ്ച്. ഇതിങ്ങനെ നിരന്തരമായിട്ട് മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ള സാധനത്തിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഇതിനപ്പുറം നമുക്ക് മനസ്സിലാക്കേണ്ട വളരെയധികം വലിയ നോൺ അക്കാഡമിക് ആയിട്ടുള്ള ചലഞ്ചുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നീറ്റ് ഒരു സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൻ്റെ സമ്മർദ്ദങ്ങളുമായിരിക്കും. So let us discuss what all are the non-academic challenges of a NEET aspirant's life cycle. ഒരു 1000 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒരു പാറപ്പുറത്തേക്ക് ഒഴിച്ചു എന്ന് വിചാരിക്കുക. ആ പാറയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. 1000 ലിറ്റർ വെള്ളമല്ലേ, പാറപ്പുറത്തോടെ ഒഴുകി അങ്ങ് പോയിക്കോളും. പക്ഷേ ഈ 1000 ലിറ്റർ വെള്ളം ഓരോ തുള്ളിയായിട്ട് കൃത്യം ഒരേ സ്ഥലത്ത് തന്നെ തുടർച്ചയായിട്ട് വീഴ്ചോണ്ടിരിക്കാമെന്ന് വിചാരിക്കും. ഒരു തുള്ളി വീണു, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത തുള്ളി വീണു, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത തുള്ളി വീണു. തുടർച്ചയായിട്ട് 1000 ലിറ്റർ വെള്ളം അങ്ങനെ തുള്ളിയായിട്ടൊരു പാറപ്പുറത്ത് വീഴ്ചാലോ? തീർച്ചയായിട്ടും അത് ആ പാറപ്പുറത്ത് ആ വെള്ളത്തുള്ളി വീണ ഭാഗത്ത് ചെറിയൊരു കുഴിയെങ്കിലും രൂപപ്പെടുത്തിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് എഫക്ട് ഓഫ് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു നീറ്റ് ആസ്പിരൻറ്റിൻ്റെ ലൈഫിലുള്ള നോൺ അക്കാഡമിക്കലി വരുന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ആദ്യത്തേതാണ് ഈ പറയുന്ന കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഡിസിപ്ലിനറി തിങ്സ് എന്ന് പറയുന്ന സാധനം. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ LKGയിലോ UKGയിലോ ഒക്കെ പഠിക്കുന്ന കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ മുന്നേ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ടീച്ചേഴ്സ്, ആളുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു ബഹുമാനം കാണിക്കുക, മുതിർന്നവർ പറഞ്ഞാൽ അനുസരിക്കുക, അങ്ങനത്തെ അല്ലെങ്കിൽ തർക്കുത്തരം പറയാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. ശരിക്കും ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതാണോ? അത് മാത്രമല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യം, ആ കാര്യം മാത്രം ചെയ്യുക, അതിൽ മാത്രമായിട്ട്
ഫോക്കസ് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, നമ്മൾ ഒരു വർഷത്തെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ആ പ്രിപ്പറേഷന് പോകുമ്പോൾ നമ്മുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ചാമിങ്ങിൽ മുന്നോട്ട് പോകുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് പോലെ, ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ സ്ക്രോൾ ചെയ്യുന്ന പോലെ തന്നെ പലതരത്തിലുള്ള ആളുകളോട് നമ്മൾ ചാറ്റ് ചെയ്യുകയും ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് പോലെ പലതരത്തിലുള്ള എൻജോയ്മെൻറ്റുകളുള്ള ഒരുപാട് വലിയ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് നമ്മൾ പർട്ടിക്കുലർലി നമ്മൾ ചെയ്യേണ്ട ഈ നീറ്റ് കോച്ചിങ് എടുക്കുക, അല്ലെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ട് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെ തുടർച്ചയായിട്ട് ചെയ്യുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ടാവുക. ഇനി ഒരുപക്ഷെ അത് തന്നെയായിരിക്കും തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതിന് തന്നെയായിരിക്കും കൺസിസ്റ്റൻസി എന്നും കൂടി നമ്മൾ പറയേണ്ടി വരുന്നുണ്ടാവുക. നീറ്റ് റിപ്പീറ്റേഴ്സ് നേരിടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലഞ്ച് ഈ പറയുന്ന ഡിസിപ്ലിൻ ഇഷ്യൂസും ആ കൺസിസ്റ്റൻസി ഇഷ്യൂസും ആണ്. ചില സമയത്തൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് വഴുതി മാറിപ്പോകും. ചിലപ്പോൾ കൂട്ടുകെട്ടുകളാവാം, ചിലപ്പോൾ മറ്റുള്ളവരായിട്ടുള്ള ബന്ധങ്ങളാവാം, ചിലപ്പോൾ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളാവാം, ചിലപ്പോൾ ടീച്ചേഴ്സായിട്ടുള്ള ബന്ധങ്ങളാവാം, ചിലപ്പോൾ സ്വന്തമായിട്ട് പറയുന്ന നമ്മുടെയൊക്കെ ലവ് അഫെയർ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കൊക്കെ ജീവിതത്തിൽ ആ ഒരു പ്രായത്തിൽ ആരെങ്കിലും ഒരാളെ വളരെയധികം ഇഷ്ടപ്പെടുന്നതും ആവാം. അങ്ങനെ അയാളെ പറ്റി ചിന്തിച്ചിരിക്കുക, അയാളോട് സംസാരിച്ചിരിക്കുക, അയാളോടൊപ്പം കുറച്ചധികം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയി പോകുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം മാത്രമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഡിസിപ്ലിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് തുടങ്ങി, എന്തായിരുന്നു നമ്മുടെ എയിം എന്നുള്ളൊരു കാര്യങ്ങൾ ഓരോ ദിവസവും പറ്റുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ 3-4 തവണയെങ്കിലും അല്ലെങ്കിൽ 5-6 തവണയെങ്കിലും നമ്മളോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ എപ്പോഴും ചുറ്റിനും വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ ബന്ധങ്ങൾ, നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് ലൂപ്പ് ഹോൾസ്, പഴുതുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ പഴുതുകളൊക്കെ കാണുന്ന സമയത്ത് അതെൻ്റെ ഡിസിപ്ലിനുള്ള ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് എ ബിഗ് ചലഞ്ച് ഫോർ എവ്രിബഡി. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഡിസിപ്ലിനും അതുപോലെ തന്നെ നമ്മുടെ കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു സാധനം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ള കാര്യം. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഓരോ ദിവസത്തെയും വർക്കിൻ്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വേരിയിങ്. ചില ദിവസം നമുക്ക് ഇത്ര വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ചില ദിവസത്തെ വർക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ, ചില ദിവസം ഇതിന് രണ്ടിനും നടുവിലായിരിക്കും വർക്ക് ഉണ്ടാവുക. സോ ഇങ്ങനെ നിൽക്കുമ്പോൾ ചില കുട്ടികൾ ഒരു അയ്യോ എനിക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല സാർ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആവലാതിപ്പെടുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി വാട്ട് ഈസ് കൺസിസ്റ്റൻസി എന്നറിയോ? നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വർക്കിൻ്റെ അളവ് വേരിയിങ് ആണെങ്കിലും എല്ലാ ദിവസവും വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനമായിട്ട് വരുന്നുണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും വരിക, എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുക, എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ദിവസവും എക്സാം എഴുതുക. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ചില ദിവസങ്ങളിൽ വളരെ കൂടുതൽ മനസ്സിലാവും, ചില ദിവസങ്ങളിൽ വളരെ കുറവ് മനസ്സിലാക്കും. നോ മാറ്റർ വാട്ട് വിൽ ബി ഡു, വി വിൽ അറ്റൻഡ് ദ ക്ലാസ്സസ്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ചില ദിവസം നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും, കൂടുതൽ ഉത്തരങ്ങൾ കിട്ടും, ചിലപ്പോൾ ചില ദിവസങ്ങൾ ഉത്തരങ്ങൾ കുറയും. പക്ഷേ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ടെസ്റ്റ് എഴുതാന്ന് പറയുമ്പോൾ ചില ദിവസം ടെസ്റ്റ് വളരെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റും, നല്ല മാർക്ക് കിട്ടും. ചില ദിവസം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം ആയിരിക്കും, മാർക്ക് വല്ലാതെ കുറഞ്ഞു പോകും. ഇതിനകത്ത് എങ്ങനത്തെയൊക്കെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ തന്നെ നമ്മൾ വല്ലാതെ മുന്നിലേക്ക് എത്തും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ചസ് എ നീറ്റ് ആസ്പിരന്റ് ഈസ് ഫേസിങ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ചലഞ്ച് എ നീറ്റ് ആസ്പിരന്റ് ഫേസ്? നീറ്റ് ആസ്പിരൻസ് നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റാണ്. എല്ലാവരും പറയാറുണ്ട് ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റ് സമയം കിട്ടുക. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യം ചെയ്യാന്നുള്ളതിന് ടൈം മാനേജ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 180 മിനിറ്റ് 180 ചോദ്യമാണ് നമുക്ക് നീറ്റ് എക്സാമിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ശരിക്കും ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഈ എക്സാമിൻ്റെ ഉള്ളിലുള്ള ടൈം മാനേജ്മെൻറ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ ചെയ്യുന്ന ടൈം മാനേജ്മെൻറ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം സമയം ഉണ്ടെന്ന് വിചാരിക്കുക. ധാരാളമാണ് 2-3 ദിവസം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് എത്ര അധികം ടൈം വിനിയോഗിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ആവറേജ് 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂറൊക്കെ സമയം വേണ്ടി വരും. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് വേറെ സമയം ലാഭിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും നിവൃത്തിയില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിയണം. ആ 12 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഇനീഷ്യൽ നോട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ചില കുട്ടികളൊക്കെ ചെയ്യാറുള്ളൊരു മണ്ടത്തരമാണ്, അവർ ചെയ്യാറുള്ള കാര്യം ക്ലാസ് കണ്ടതിന് ശേഷം പിന്നീട് നോട്ട് എഴുതുക എന്നുള്ളൊരു കാര്യം നിൽക്കും. അപ്പോൾ ക്ലാസ് കഴിയുന്ന സമയവും നമ്മൾ വെയിറ്റ് ചെയ്യണം, പിന്നെ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് അഡീഷണൽ സമയം വേണം. അതിനുശേഷം കുട്ടികൾ സ്വന്തമായിട്ട് ഈ നോട്ട് വായിച്ച് പഠിക്കാൻ, നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ, സമ്മറൈസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ അതിലേറെ സമയം എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം കുറഞ്ഞു പോകും. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഒരു 60% പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുവന്ന സാധനം. അതുപോലെ തന്നെ ടെസ്റ്റ് എഴുതുക, വീണ്ടും ഇമ്പ്രൂവ് ചെയ്യുക, അതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ സമയത്ത് തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ക്ലാസ് കാണാനും അതിനോടൊപ്പം തന്നെ നോട്ട് തീർക്കാനും, നോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം. ഇപ്പോൾ ഒരു ആവറേജ് ഏറ്റവും നീറ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നോട്ടിൻ്റെ പഠനം മുഴുവനായിട്ടും തീർക്കണം. ബാക്കി സമയം മുഴുവൻ ഇരുന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വെക്കണം. അഥവാ നമ്മളൊരു 10 മണിക്കൂർ അല്ലെങ്കിൽ 20 മണിക്കൂർ നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 20 മണിക്കൂറിൻ്റെ പകുതി സമയം 10
മണിക്കൂറെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് ടൈം മാനേജ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. വി ഹൗ ടു നമ്മുടെ ഉറക്കം 6 hours 7 hours എന്തായാലും നമ്മൾ ഉറങ്ങിയേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം, 4 തവണയെങ്കിലും ഭക്ഷണം കഴിക്കാൻ നമുക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും സമയം വേണം. ഇനി ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ലിഷറുകൾ, നമ്മുടെ ബ്രേക്കുകൾ, സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് എന്ത് വേണം? നമുക്ക് ടൈം ഇങ്ങനെ മാനേജ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഈ പ്രിപ്പറേഷൻ സമയത്തുള്ള ഇത്തരത്തിലുള്ള ടൈം മാനേജ്മെൻറ്റിൽ നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ്റെ എഫക്റ്റീവ്നെസ് കുറഞ്ഞു പോകും. ഫൈനലി നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. നമ്മൾ എത്ര ഇയേഴ്സ് സ്പെൻഡ് ചെയ്താൽ പോലും നമുക്ക് വേണ്ട ഒരു റിസൾട്ടിലേക്ക് എത്താൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം എക്സാമിൻ്റെ ഉള്ളിൽ, അതായത് 3 മണിക്കൂർ കൊണ്ട് 180 ചോദ്യം ചെയ്യണം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ടൈം മാനേജ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. പകരം നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് അതും ഏകദേശം ഒരു കൃത്യനിഷ്ഠ തന്നെ പുലർത്തി പോകണം എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിസിക്സിൻ്റെ എക്സാം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനിയും കുറേയും കൂടിയൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഓക്കെ ഇന്ന് രാത്രി ഒരു 2-3 മണിക്കൂർ ലേറ്റായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ 2-3 മണിക്കൂർ നമ്മൾ അധികമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതൽ സമയം പഠിക്കുമോ, അതോ നമ്മൾ ഓക്കെ എൻ്റെ ഉറക്കവും എൻ്റെ ടൈം മാനേജ്മെൻറ്റും എൻ്റെ റുട്ടീൻസുമാണ് കൂടുതൽ പ്രധാനം എന്നുള്ള രൂപത്തിൽ കൃത്യസമയത്ത് തന്നെ കിടന്നുറങ്ങുമോ എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ കൂട്ടുകാർ 2 തരത്തിലുള്ള പക്ഷം പിടിക്കുന്ന ആൾക്കാരുണ്ട്. കൂടുതൽ സമയം പഠിക്കാം, ഇന്നൊരു ദിവസം ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരു സൈഡിലുണ്ട്. ഇനി ഉറക്കവും നമ്മുടെ റുട്ടീൻസുമാണ് കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ആളുകൾ വേറൊരു സൈഡിലുണ്ട്. ഇതിൽ ആര് പറയുന്നതായിരിക്കും ശരി? നിങ്ങളൊന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തീർച്ചയായിട്ടും പറഞ്ഞാൽ നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ലോങ് ടേം ജേണിയാണ്. നമുക്കതൊരു മാരത്തോൺ ഓട്ടോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസിൽ കുറച്ച് സ്പീഡിലോടി 2 ആളുടെ മുന്നിൽ കയറുക എന്നുള്ളത് മാരത്തോണിലൊരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ പോയി നമ്മളൊരു റുട്ടീൻ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതിന് കൂടുതൽ വാല്യൂവും കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ പോയിൻ്റായിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. സോ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? ഇറ്റ് ഷുഡ് ബി കൃത്യമായിരിക്കണം. ഓരോ ദിവസവും എപ്പോൾ ഉറങ്ങും, എപ്പോൾ എണീക്കും, അല്ല ആ ഉറക്കത്തിൻ്റെ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു 6 to 7 hours ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം, ഉദാഹരണത്തിന് ബ്രേക്ക്ഫാസ്റ്റ്, ഓരോ ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് സമയം, ഓരോ ദിവസം ലഞ്ച് സമയം, ഓരോ ദിവസം ഈവനിങ് ടീ, ഒരു ദിവസം ഈവനിങ് ഡിന്നർ, ഇതൊക്കെ ഏകദേശം കൃത്യസമയത്തേക്ക് വെച്ച് ഇതിന് നടുവിലെടുക്കുന്ന ബ്രേക്കുകൾ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക്, അതും കൃത്യസമയത്ത് വെച്ച്, ഇനി ലഞ്ച് മുതൽ ഈവനിങ് ടീൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക്, അത് കൃത്യസമയത്ത് വെച്ച്, ഡിന്നറിൻ്റെ സമയത്ത് ഒരു ബ്രേക്ക്, അത് കൃത്യസമയത്ത് വെച്ച്, അങ്ങനെ ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ടൈം വെച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾ പ്രിപ്പറേഷന് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നീറ്റ് ആസ്പിരൻസ് നേരിടുന്ന ഒരു വല്ലാത്ത നോൺ അക്കാഡമിക് ചലഞ്ചാണ്. ഇത് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റാറില്ല എന്നുള്ളതാണ്. ആൻഡ് ഇത് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന ആളുകൾക്ക് ഏറെക്കുറെ നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ കുറച്ചധികം എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം, സപ്പോസ് ഇഫ് യു ആർ എ നീറ്റ് ആസ്പിരൻറ്റ്, നിങ്ങളൊരു നീറ്റ് ആസ്പിരൻ്റ് ആണ്, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്നതെങ്കിൽ മാനേജ് യുവർ ടൈം എഫക്റ്റീവ്ലി ഫോർ പ്രിപ്പറേഷൻ. അങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രിപ്പറേഷന് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ എക്സാമിന് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് തലേൻ്റെ ഉള്ളിൽ ഒരു ഐഡിയ, ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്ത് വെക്കണം. തുടക്കം മുതലേ ടൈം വൃത്തിയായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും കൂടെ ചെയ്യണം. വേറെ ചലഞ്ച് എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക? ടൈം മാനേജ്മെൻറ്റ് നീറ്റ് ആസ്പിരൻറ്റ് നേടുന്ന വലിയൊരു പ്രതിസന്ധിയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു പ്രതിസന്ധിയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നീറ്റ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ള കാര്യം. ആൻഡ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, സ്ട്രെസ് ഒഴിവാക്കി പഠിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, സ്ട്രെസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് മോശമാവും, ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാവരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണ്? വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരാൾക്ക് തീരെ സ്ട്രെസ് ഇല്ല എന്ന് വിചാരിക്കും. ഒരു കുട്ടി തീരെ സ്ട്രെസ് ഇല്ല, ഭയങ്കര ലോവർ അല്ലെങ്കിൽ 0 സ്ട്രെസ്സാണ്. ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പെർഫോമൻസ് കുറച്ച് ലോവർ ആയിരിക്കും എന്നുള്ളതാണ്. സയൻറ്റിഫിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഇങ്ങനെ കൂടി ഒരു പോയിന്റിലെത്തുമ്പം ഒരു പർട്ടിക്കുലർ സ്ട്രെസ് ഉള്ള സമയത്താണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. ഇനി ആ പോയിന്റിനേക്കാൾ കൂടുതൽ വീണ്ടും സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് അറിയാം, വീണ്ടും പെർഫോമൻസ് കുറഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു സ്ട്രെസ് ഉണ്ട്, ആ സ്ട്രെസ്സിനെ നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ ട്രൂ സ്ട്രെസ് ഒരു പീരീഡ് എന്ന് വിളിക്കുന്നുണ്ടാവുക. അങ്ങനെ ട്രൂ ആയിട്ടുള്ള ഒരു സ്ട്രെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതർവൈസ് നമുക്ക് പഠിക്കാനൊരു സീരിയസ്നെസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഉഴപ്പി പോകും. മറ്റേ സ്ഥലത്താണെങ്കിൽ സ്ട്രെസ് കൂടിയിട്ട് നമുക്ക് നെഞ്ചിടിപ്പ് വരിക, നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്വെറ്റിങ് വരിക, നമുക്ക് ഭയങ്കര പേടിയായിക്കൊണ്ടിരിക്കുക. അങ്ങനെ സാധനത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെസ്, ഒരു ഒപ്റ്റിമം സ്ട്രെസ് വേണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ സ്ട്രെസ് ഒഴിവാക്ക് എന്നിട്ട് പഠിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഒരു നീറ്റ് ആസ്പിരൻറ്റിൻ്റെ ജേർണിയിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ വേണ്ടി പറ്റും, നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിട്ട് ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് തുടങ്ങുന്നുണ്ടാവുക.
ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സ്ട്രെസ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും നമ്മളുടെ മുന്നിലുള്ള സമയം ഇങ്ങനെ കുറഞ്ഞു വരും. നമ്മൾ എക്സാമിനോട് അടുത്ത് വരും തോറും നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നതായിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, തുടക്കത്തിൽ നമ്മൾ നേരിടുന്ന ഒരു സ്ട്രെസ്, ആ സ്ട്രെസ്സിനെ നമ്മൾ ഒഴിവാക്കിയെന്ന് വിചാരിക്കുക, സംഹൗ നമ്മൾ എസ്കേപ്പ് ആയി ആ സ്ട്രെസ്സിൽ നിന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത ദിവസം വരുന്ന സ്ട്രെസ് അതിനേക്കാൾ വലിയ സ്ട്രെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നിന്ന് എസ്കേപ്പ് ആവേണ്ടി വരും. കുറച്ചും കൂടി വലിയ സ്ട്രെസ് വന്നാൽ അവിടെ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ ഓടി പോവുകയാണെങ്കിൽ എവിടം വരെ ഓടും എന്നുള്ളതാണ്. പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മൾ തിരിഞ്ഞോടിക്കൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും എന്നാണ് പറയുന്നുണ്ടാവുക. അതുകൊണ്ട് സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് റണ്ണിങ് അവേ ഫ്രം സ്ട്രെസ്, ബട്ട് വി ഹാവ് ടു ലേൺ, അല്ലെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡൂ എന്ന് വെച്ചാൽ വി ഹാവ് ടു ലേൺ ഹൗ ടു മാനേജ് സ്ട്രെസ് എന്നുള്ള കാര്യമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്ട്രെസ് ഭയങ്കര വലിയൊരു ചലഞ്ചായിട്ട് തന്നെ വരുന്നുണ്ടാവും, പക്ഷേ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. നമ്മുടെ പാഠ്യപദ്ധതികളിൽ എസ്പെഷ്യലി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരിക്കലും സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ഫിസിക്സ് പഠിപ്പിക്കും, കെമിസ്ട്രി പഠിപ്പിക്കും, ബയോളജി പഠിപ്പിക്കും, ചിലപ്പോൾ മാത്സ് പഠിപ്പിക്കും, സോഷ്യൽ സയൻസ് പഠിപ്പിക്കും. പക്ഷേ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാറില്ല. എസ്പെഷ്യലി നമ്മുടെ സ്ട്രെസ്സ്, മെൻ്റൽ ഹെൽത്ത് പോലെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല്, അതിന് ചെയ്യേണ്ട ചില പ്രത്യേകതരം കാര്യങ്ങൾ, നമ്മുടെ ഒരു ഹാബിറ്റുകൾ ഫോം ചെയ്യുന്ന കാര്യങ്ങൾ, ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്കലി ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് എസ്പെഷ്യലി നീറ്റിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എസ്പെഷ്യലി പറഞ്ഞാൽ എക്സാം സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ടെൻഷൻ ആവുകയാണ്, നമുക്ക് ഭയങ്കര പേടിയാവുകയാണ്, നമ്മൾ സ്ട്രെസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ടു ഓവർകം ദാറ്റ് സിറ്റുവേഷൻ ആൻഡ് വി ഹൗ ടു ഗ്രൗണ്ട് ബാക്ക് ഇൻ ടു അവർ ഗ്രൗണ്ട് ലെവൽ. നമ്മൾ സാധാരണഗതിയിൽ നിൽക്കുന്ന പോലത്തെ ഒരു റിയാലിറ്റിയിലേക്ക് എങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി പറ്റും, ഇത് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല. സോ ഇത് നമ്മൾ ഈ നീറ്റ് പ്രിപ്പറേഷൻ സമയത്ത് പഠിക്കൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം. സാധാരണഗതിയിൽ പേരൻസ് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, സാറേ എൻ്റെ കുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ്, എൻ്റെ കുട്ടിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, അത് ആ കുട്ടിക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റാമെന്നറിയോ? അതിന് മോട്ടിവേറ്റ് ചെയ്യലല്ല അതിൻ്റെ ഒരു വഴി, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കലാണ്. വി ഹൗ ടു ലേൺ ബൈ മാനേജിങ് ദ സ്ട്രെസ് എന്നുള്ളതാണ്. സോ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിനുള്ള വഴികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഫ്യൂച്ചറിലേക്ക് എസ്പെഷ്യലി എക്സാം എടുക്കുന്ന സമയത്ത് കൂടുതൽ വലിയ സ്ട്രെസ്സുകൾ നമ്മൾ വരുന്ന സമയത്ത് ആ സ്ട്രെസ്സിനെ എഫക്റ്റീവ്ലി കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറ്റുന്നുണ്ടാവും. എക്സാം ഡേയിൽ തന്നെ വലിയൊരു പ്രഷർ കുക്കർ പോലത്തെ ബിഗ്ഗർ സ്ട്രെസ് ആണെങ്കിലും ആ സ്ട്രെസ്സിൻ്റെ ഇടയിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റിനെ കാണുന്ന സമയത്തൊക്കെ വളരെ കാമായിട്ട് ഐസ് കോൾഡ് ആയിട്ടിരിക്കണം. നമ്മളിങ്ങനെ പറയുന്ന ഒരു സാധനമുണ്ട്, വലിയൊരു കൊടുങ്കാറ്റിൻ്റെ നടുവിൽ, വലിയ ചുഴലിക്കാറ്റാണ്, ആ ചുഴലിക്കാറ്റിൻ്റെ നടുവിൽ ഒരു വലിയ പാറക്കല്ല് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും, കുറച്ച് വലിപ്പമുള്ളൊരു പാറക്കല്ല്. ആ പാറക്കല്ലിന് എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ ചുഴലിക്കാറ്റിൽ ഇങ്ങനെ കറങ്ങി പറന്നു പോകുമ്പോഴും ആ പാറക്കല്ല് ഇരുന്നോട് തന്നെ ഇരിക്കും. കാരണം എന്താണെന്നറിയോ? ആ പാറക്കല്ലിന് ഈ ചുഴലിക്കാറ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. സോ വി ഹാവ് ടു ബി ദാറ്റ് പാറക്കല്ല് ഇൻ ദാറ്റ് ചുഴലിക്കാറ്റ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വി ഹാവ് ടു നോ ഹൗ ടു മാനേജ് ദ സ്ട്രെസ് എന്നുള്ള കാര്യം. ഇത് ഒരു നീറ്റ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് വരുന്ന വലിയൊരു ചലഞ്ചായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. ഇതുപോലെ തന്നെ വേറൊരു ചലഞ്ച് നമ്മുടെ നീറ്റ് ആസ്പിരൻസ് നേരിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മോട്ടിവേഷൻ ഉണ്ടല്ലോ, നമ്മളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. ആ ആഗ്രഹം അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഞാനൊരു കഥ പറയാം. ഡോപ്പയിൽ എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ്റ് +2-ന് 1200 മാർക്ക് സ്കോർ ചെയ്ത കുട്ടിയാണ്. +1-ൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, ക്രാഷ് നമ്മുടെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. +2 റിസൾട്ട് വന്നപ്പോഴും ഫുൾ മാർക്ക് ഉണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ ഡോപ്പയിൽ തന്നെ പഠിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ കുട്ടിക്ക് മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും കോളൊക്കെ കിട്ടി, എനിക്കിവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ കുട്ടിയുടെ പേരൻറ്റും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് നിന്നു. ഓൾറെഡി ഫസ്റ്റ് ചാൻസ് നീറ്റിൽ ആ കുട്ടി ഏകദേശം 560 മാർക്ക് അന്നത്തെ എക്സാം വെച്ചിട്ട് നല്ല സ്കോറായിരുന്നു, അത്രയൊക്കെ വാങ്ങിയൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി നമ്മുടെ അടുത്ത് വന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങി. വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് കുട്ടി തുടങ്ങുന്നത്. കുട്ടി ഫസ്റ്റത്തെ എക്സാമിൽ തന്നെ വളരെ ആവേശത്തോട് കൂടി പഠിച്ചു. 3ാം റാങ്കോ മറ്റോ ആ കുട്ടിക്ക് ആ വീക്ക്ലി എക്സാംസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത എക്സാം ആയപ്പോഴത്തേക്കും ആ കുട്ടിയുടെ റാങ്ക് 4ാം റാങ്കായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിക്ക് ഒരു 6ാം റാങ്ക് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് 10ാം റാങ്ക് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വീണ്ടും 8ാം റാങ്ക് കിട്ടി. പിന്നെ 12ാം റാങ്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയുടെ റാങ്ക് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഈ കുട്ടി ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പഠനം നിർത്തി ആ കുട്ടി വീട്ടിലേക്ക് പോയി. ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ആ കുട്ടി ഓൾറെഡി ഒരു ടോപ്പറാണ്, സ്കൂൾ ലെവലിൽ ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടിയാണ്, ഫസ്റ്റ് ചാൻസ് നീറ്റിൽ നല്ല മാർക്ക് വാങ്ങിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് 3ാം റാങ്ക് 4ാം റാങ്ക് 6ാം റാങ്ക് 8ാം റാങ്ക് 12ാം റാങ്ക് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. 1ാം റാങ്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഈ 1ാം റാങ്ക് കിട്ടാത്ത ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ആ കുട്ടിയുടെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വളരെ ശരിയാണ്. കാരണം കുട്ടി LKG മുതൽ ടോപ്പറായിട്ട് വന്ന ആൾക്കാരാണ്. ഇതുവരെ ജീവിതത്തിൽ എഴുതിയ പരീക്ഷകളിൽ ഒന്നും അത്രയധികം താഴേക്ക് പോകാത്ത ഒരാൾ, ഒന്നാം സ്ഥാനത്ത് മാത്രം നിന്ന ഒരാൾ മുന്നോട്ട് പോയ സമയത്ത് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ കുട്ടിയുടെ മോട്ടിവേഷൻ നിലനിർത്താൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളതാണ്. ആ കുട്ടി മുന്നോട്ട് പോയി. പിന്നീട് ആ കുട്ടീനെ നമ്മൾ വീട്ടിലൊക്കെ വിളിച്ച് പേരൻസിനോടൊക്കെ സംസാരിച്ച് വരുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് MBBS വേണ്ട, എനിക്ക് MBBS താല്പര്യമില്ല. അപ്പോൾ അത് കേട്ട് ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയി.
അപ്പോൾ ഇത്രയും കാലം MBBS മതി, MBBS ആണ് ജീവിതം, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളോ അവരുടെ ആ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അവരുടെ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു പോയത്? തുടർച്ചയായിട്ടുള്ള ദുരനുഭവങ്ങൾ നേരിട്ടതുകൊണ്ടാണ്. ഇത് ഈ 1ാം റാങ്ക് മേടിച്ച കുട്ടിയുടെ മാത്രം കഥയൊന്നുമല്ല, ഇത് ബാക്കിലേക്ക് നിൽക്കുന്ന കുറേയധികം കുട്ടികളാണ്. നമ്മൾ ഈ നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ടെസ്റ്റിംഗ് ആൻഡ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവിംഗ് എന്നുള്ളത് ഒരു പാർട്ടാണ്. നമ്മളിപ്പോൾ നിരന്തരമായിട്ട് എക്സാമുകൾ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഒരാഴ്ചയിൽ ഒരു 4 ദിവസം 5 ദിവസമെങ്കിലും നിങ്ങൾ എക്സാമുകൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ എഴുതുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമുക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള മെമ്മറികളോ അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും ആവില്ല നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? വി വിൽ ഗെറ്റ് ഡീമോട്ടിവേറ്റഡ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ്. സോ നീറ്റ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വർഷത്തേക്കൊക്കെ നീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ താല്പര്യത്തിൽ വരുന്ന ആളുകളോട് പറയാനുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഗെയിം. ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പാകത്തിന് ഒരു വൈ എന്നൊരു ഉത്തരം വേണം. ഞാൻ എന്തുകൊണ്ട് നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നു? ഇവൻ ഇത്ര അധികം പരാജയങ്ങളുണ്ട്, ഇത്ര അധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, എന്നെക്കൊണ്ട് വയ്യാതാവുന്നുണ്ട്, എന്നിട്ടും ഞാൻ നീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എനിക്കൊരു കാരണം വേണം. ആ കാരണം വൈ എന്നുള്ളൊരു സാധനം ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളതാണ്. നമുക്കൊരു റീസൺ വേണം. നമ്മൾ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നീറ്റ് എഴുതാൻ വേണ്ടിയിട്ടോ ഈ കോമ്പറ്റീഷൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടോ നമുക്കൊരു കറക്റ്റീവായിട്ടുള്ള റീസൺ. ആ റീസൺ എവിടെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന തരത്തിലുള്ള ഒരു റീസൺ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു റീസൺ ഉള്ള ഒരാൾക്ക് പോലും ചില സമയത്ത് ഡീമോട്ടിവേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു റീസൺ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിട്ടോ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. പകുതി മുക്കാലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആവും. നമ്മുടെ മോട്ടിവേഷൻസ് ലോസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലോസ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിൽ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും നിൽക്കുന്ന കുട്ടികളെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡീസ് അവൈലബിൾ ആണ്. ഓൺലൈനിൽ നിൽക്കുന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ ലോസ് ആവുന്നതിൻ്റെ ഒരു തോതും ഓഫ്ലൈനിൽ നിൽക്കുന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ ലോസ് ആവുന്നതിൻ്റെ ഒരു റേറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓൺലൈനിൽ നിൽക്കുന്ന കുട്ടികൾ പെട്ടെന്ന് തന്നെ ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്നതായിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യം ഓൺലൈനിൽ നിൽക്കുന്ന കുട്ടികൾ ഒറ്റയ്ക്കായിരിക്കുന്നുണ്ടാകും. അവർക്ക് ചുറ്റും സറൗണ്ടിങ്ങിൻ്റെ ഒരു സാധനങ്ങൾ നമ്മൾ ശരിക്കും കാണാറില്ല. ഓഫ്ലൈനിൽ നിൽക്കുന്ന കുട്ടിയും ഈക്വൽ പ്രൊപ്പോർഷനിൽ തന്നെ ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട്. പക്ഷേ ചുറ്റുമുള്ള ആൾക്കാർ മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസിൽ ആ കുട്ടിക്ക് മോട്ടിവേഷൻ കുറച്ച് ലോസ് ആയാലും പെട്ടെന്ന് തിരിച്ചു വരാനും മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു കഴിവുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുക ഈ കോച്ചിങ്ങിന് ഓൺലൈൻ മെത്തേഡ് ഓഫ്ലൈൻ മെത്തേഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും ഈക്വലി അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഓഫ്ലൈൻ തന്നെ പ്രിഫർ ചെയ്യാമെന്ന് പറയുന്നതിന് ഒരു കാരണം ഇതാണ്. മെയിൻറ്റെയിനിങ് മോട്ടിവേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സാധനമാണ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള സ്ട്രെസ്സ്, ഡീമോട്ടിവേഷൻസ്, ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് പോലെയുള്ള സാധനങ്ങളിൽ ഇങ്ങനെ നിന്ന് നമ്മളിങ്ങനെ ഉഴന്ന് കളിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കുറവ് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഫിസിക്കൽ ഹെൽത്താണ്. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി മറന്നു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ടാണ് നമ്മളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ്. വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ടൈം തീരെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ള വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ ഫിസിക്കലി ചിലപ്പോൾ വീക്കായി പോകും. മെൻ്റൽ ഹെൽത്തിനെ പറ്റും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു നീറ്റ് ആസ്പിരൻറ്റിന് ആ ഒരു സിറ്റുവേഷൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളുണ്ടെങ്കിലേ ബാക്കി എന്തും ഉള്ളൂ. നമുക്ക് ആക്ച്വലി നീറ്റ് അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുക, ഡോക്ടർ ആവുക എന്നുള്ള ഡ്രീമും സാധനങ്ങളും ഒക്കെ നടപ്പിലാവണമെങ്കിൽ ആദ്യം നമ്മൾ വേണം. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ മെൻ്റലി സൗണ്ട് ആയിരിക്കണം, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് വേണ്ടത്. സപ്പോസ് എന്തെങ്കിലും ഒരു മെൻ്റൽ ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഒരാൾ ഡോക്ടർ ആയതുകൊണ്ട് സമൂഹത്തിനോ നിങ്ങൾക്കോ വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും പോകുന്ന ആളുകൾ മറന്നു പോകാറുണ്ട്. ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാനുള്ള 2-3-4 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ പ്രധാനമായിട്ടും സ്ലീപ്പ് എന്ന് പറയുന്ന സാധനമാണ്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ തലച്ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന കളി മൊത്തം കളിക്കുന്നുണ്ടാവുക. അപ്പോൾ തലച്ചോറിന് കൃത്യമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കാതെ അല്ലെങ്കിൽ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രമായിരിക്കും നമുക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. തലച്ചോറിൻ്റെ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായിട്ടും 6 മണി മുതൽ 7 മണിക്കൂർ വരെ സ്ഥിരമായിട്ട് ഉറങ്ങുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയോ ഉറക്കം എന്ന് പറയുന്ന സാധനം സയൻറ്റിഫിക്കലി സംഭവിക്കുന്നത് ഒരു 4 സ്റ്റേജുള്ള സ്ലീപ്പ് സൈക്കിളായിട്ടാണ് നടക്കുന്നുണ്ടാവുക. സ്റ്റേജ് 1,
1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്ന് പറയുന്ന സാധനം. അതിൽ ഈ സ്റ്റേജ് 3യും സ്റ്റേജ് 4 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അവിടെയാണ് നമ്മൾ ഏറ്റവും ഡീപ്പായിട്ട് ഉറങ്ങുന്നുണ്ടാവുക. ഏറ്റവും എന്താ പറയുക, ഒരു ബോധമില്ലാത്ത, എത്ര തട്ടിയാലും മുട്ടിയാലും എണീക്കാത്ത രൂപത്തിൽ വളരെ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന സ്റ്റേജ് 3യും സ്റ്റേജ് 4 ഒക്കെ ഉണ്ട്. ഇത് മൊത്തം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1.5 മണിക്കൂറിൻ്റെ അടുത്താണ് വേണ്ടത്. ആൻഡ് നമ്മുടെ ബ്രെയിൻ ഫുള്ളി റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള 4 സ്ലീപ്പ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് 6 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ഉറക്കം വേണം. ചിലപ്പോഴൊക്കെ കുട്ടികൾ ചെയ്യാറുണ്ട്, 6 മണിക്കൂർ താഴെ ഉറങ്ങുക, 3 മണിക്കൂർ 4 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഫേസുകളുണ്ട്. ഉറപ്പായിട്ടും ബ്രെയിനിന് റെസ്റ്റ് കിട്ടില്ല. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫിസിക്കൽ പ്രശ്നങ്ങളും മെൻ്റൽ പ്രശ്നങ്ങളും പഠിക്കാനുള്ള ഓർമ്മക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളടക്കം വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം കുട്ടികൾ ചെയ്യാറുള്ളത്, ഈ തുടർച്ചയായിട്ടുള്ള 6 മണിക്കൂർ എന്നുള്ളതിന് പകരം സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 മണിക്കൂർ 3 മണിക്കൂറോ 4 മണിക്കൂർ 2 മണിക്കൂറിനോ 5 മണിക്കൂർ 1 മണിക്കൂർ എന്നുള്ള രൂപത്തിലൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഉറങ്ങാനും പറ്റും. അപ്പോഴേയും പറ്റും നമ്മുടെ ഈ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞ സാധനം ഒന്നെങ്കിൽ ഇൻറ്ററപ്റ്റഡ് ആവുകയും തുടർച്ചയായിട്ട് 4 സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ബ്രെയിൻ റെസ്റ്റ് എന്നുള്ള കാര്യം കിട്ടാതെ പോവുകയും ചെയ്യും. സോ ഇത് ഉറപ്പായിട്ടും കുട്ടികളെ ബാധിക്കാനുള്ള സാധ്യതയാണ്. അതാണ് സ്ലീപ്പിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം ഫുഡിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഫുഡ് വീട്ടിൽ നിൽക്കുന്ന കുട്ടികൾ, ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വീട്ടിലെ ഫുഡ് കിട്ടും. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഒരു ഗ്രൂപ്പ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ കുട്ടികളും നീറ്റ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഓഫ്ലൈനായിട്ട് ഒരു ഹോസ്റ്റൽ ബേസ് ചെയ്തിട്ടൊക്കെ നിന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ ഒരു ഫിക്സഡ് മെനു ആയിരിക്കും ഉണ്ടാവുക. ഒരു ദിവസം രാവിലെ പുട്ടാണെങ്കിൽ പിറ്റേ ദിവസം ഇഡ്ഡലി ആയിരിക്കും, പിറ്റേ ദിവസം ഇടിയപ്പം ആയിരിക്കും, പിറ്റേ ഒരു ദിവസം വരുമ്പോൾ ദോശയായിരിക്കും, അങ്ങനെ വ്യത്യസ്ത ചപ്പാത്തി ആയിരിക്കും, അപ്പം ആയിരിക്കും, അങ്ങനെ വ്യത്യസ്ത തരം ഫുഡുകളായിരിക്കും ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടാവുക. ചില കുട്ടികൾക്കൊക്കെ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫുഡിനോട് ഒരു ഇഷ്ടക്കുറവുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്ക് ചോറ് ഇഷ്ടമല്ല, ചില ആൾക്ക് ചപ്പാത്തി ഇഷ്ടമല്ല, ചില ആൾക്കാർക്ക് ബിരിയാണി ഇഷ്ടമല്ല, അങ്ങനെ പല പല സാധനങ്ങളുണ്ടാകുമ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളത് കഴിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാധനം ഉണ്ടാവും. അവിടെ എന്താ സംഭവിക്കുകയെന്നറിയോ? അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് വർക്ക് ചെയ്യാനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് സാധനങ്ങൾ കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി വരുന്ന സമയത്ത് നമ്മളവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സാധനം നമ്മുടെ നാവിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ലൈക്ക് ഡിസ്ലൈക്ക് പോലെയുള്ള കാര്യങ്ങളിലെ ഒക്കെ പോവാതെ തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിനിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അല്ലെങ്കിൽ മിനറൽസ്, ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം നമ്മൾ കഴിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കി കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നിർബന്ധമായിട്ടും നമുക്ക് എന്താണോ കിട്ടുന്നത് കഴിക്കണം. ഒരു ദിവസത്തിൽ 4 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മേജറായിട്ട് 3 മീലുകളും ഒരു സ്നാക്കും, ഈവനിങ്ങിൽ ഒരു സ്നാക്കും നമ്മൾ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ജങ്ക് അല്ലാത്ത ഫുഡുകൾ, ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലുകളിലോ ബാക്കി സ്ഥലങ്ങളിലോ കാണുന്ന സമയത്ത് എന്താ വെച്ചാൽ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ പൊരിച്ച ഫ്രൈഡ് സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. ജങ്ക് അല്ലാത്ത ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫുഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉറക്കവും ഫുഡും പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരു ദിവസം ഒരു 3 to 4 ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം. നമുക്ക് നമ്മുടെ ഒരു വാട്ടർ ബോട്ടിൽ, ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ ഇതൊരു 700 ml വരുന്ന ഒരു വാട്ടർ ബോട്ടിലാണ് ഈ സാധനം ഉണ്ടാവുക. അപ്പോൾ ഈ വാട്ടർ ബോട്ടിലാണെങ്കിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും ഈ വാട്ടർ ബോട്ടിൽ ഞാൻ ഫുള്ളി ഫില്ല് ചെയ്ത് ഒരു ദിവസം എംപ്റ്റി ആക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്നുള്ളത് നിർബന്ധമാണ്. ദിസ് ഈസ് അബൌട്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക, നമ്മൾ ഈ വേണ്ട സ്ട്രെസ്സിൻ്റെ ഉള്ളിൽ കൂടെയും നമ്മൾ തൃപ്തികരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രൂ സ്ട്രെസ് പീരീഡിനേക്കാളും മുന്നോട്ട് കൂടുതൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. പല നീറ്റ് എക്സ്പേർട്സും അല്ലെങ്കിൽ പല നീറ്റ് ടോപ്പേഴ്സും ഈ നീറ്റ് പ്രിപ്പറേഷന് നടുവിൽ വെച്ചിട്ട് ഒരാഴ്ചയോ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളെങ്കിലും റെസ്റ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എടുക്കാറുണ്ട്. അത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. സോ നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ ഉള്ളിൽ ഇതുപോലത്തെയൊക്കെ പലതരം സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും അറ്റ്മോസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മൾ ഫിസിക്കലി അവിടെ തന്നെ ഉണ്ടാവണം, അതുപോലെ തന്നെ മെൻ്റലിയും അവിടെ തന്നെ വളരെ സൗണ്ടായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനിൽ ഉണ്ടാവണം. ഓർക്കുക, നമ്മളുണ്ടെങ്കിലേ ബാക്കിയെല്ലാം ഉണ്ടാവുള്ളൂ. കൂട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു കിളി അവിടെ വളരെ നിർബന്ധമായിട്ട് വേണം എന്നുള്ളതാണ് കാര്യം. സോ അടിപൊളിയായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കണം എന്നുള്ളതാണ്. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ പറയുന്ന ചലഞ്ചസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. സോ ലെറ്റ് us ഡിസ്കസ് നാവിഗേറ്റിംഗ് ത്രൂ ദിസ് ചലഞ്ചസ്. നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ കുറേ അധികം അക്കാഡമിക്കും നോൺ അക്കാഡമിക്കും ഉള്ള ചലഞ്ചുകളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഈ ചലഞ്ചസുകളെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് അക്കാഡമിക് ആയിട്ടുള്ള ചലഞ്ചുകളാണ്. അക്കാഡമിക് ചലഞ്ചുകളിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് അതൊരു വാസ്റ്റ് സിലബസ് ആണ്, വലിയൊരു സിലബസ് നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളതും. രണ്ടാമത്തെ കാര്യം നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഒരു സബ്ജക്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വാസ്റ്റ് സിലബസ് എന്ന് പറയുന്ന
ഒരു സാധനത്തിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പഠിക്കാം എന്നുള്ളതാണ്. ഇത് നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ആ കോച്ചിങ് സെൻറ്ററിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അക്കാഡമിക് പ്ലാനിങ് എങ്ങനെയാണ്, ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയായിരിക്കും നമ്മൾ സിലബസ് കവർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. വളരെ വലിയ സിലബസ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും സെൻറ്ററുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ വളരെ സ്ലോ പേസിൽ മുന്നോട്ട് പോയി അവസാനം സമയം തീരാനാവുമ്പോഴത്തേക്കും സിലബസ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് വളരെ ഫാസ്റ്റ് ആക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ആ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യങ്ങളിലൊന്നും എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക്സിൻ്റെ പ്ലാൻ എന്താണ് എന്നുള്ളൊരു കാര്യം ചോദിക്കണം. അപ്പോൾ ഈ വാസ്റ്റ് സിലബസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ കഷ്ണമാക്കി മുറിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഡോപ്പയിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 12 ചാപ്റ്റർ അല്ലെങ്കിൽ 14 ചാപ്റ്റർ എന്നുള്ള രൂപത്തിലാണ് വെക്കുന്നുണ്ടാവുക. ഫിസിക്സിൻ്റെ ഉള്ളിൽ നിന്നും 3 ചാപ്റ്റർ, കെമിസ്ട്രിയിൽ നിന്നും 3 ചാപ്റ്റർ, ബാക്കി ഒരു 6 ചാപ്റ്ററൊക്കെ നമ്മൾ ബയോളജിയുടെ ഉള്ളിൽ നിന്നുള്ള രൂപത്തിലായിരിക്കും നമ്മൾ ഒരു മാസത്തിൽ പഠിക്കുന്നുണ്ടാവുക. ഓരോ ആഴ്ചയിലും ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോരോ ചാപ്റ്റർ വീതമെങ്കിലും കവർ ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാലാണ് 6 മാസം കൊണ്ട് നമുക്ക് നമ്മുടെ എൻറ്റയർ സിലബസ് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എൻറ്റയർ സിലബസ് കവർ ചെയ്തെടുക്കാൻ നമുക്കൊരു 6.5 മാസം വരെ എടുക്കാം. പക്ഷെ 6.5-ൽ കൂടുതൽ സമയം സിലബസ് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിവിഷൻ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് സമയം കിട്ടാതെ വരുന്നുണ്ടാവും. സോ ഈ വാസ്റ്റ് സിലബസ് എന്നുള്ള ഈ ഒരു ചലഞ്ചിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഷണമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കൃത്യമായി പീസ് ചെയ്ത് ഓരോരോ പാർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ദിസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ അക്കാഡമിക് പേഷ്യൻ ദർ. അക്കാഡമിക് പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നല്ല വിജിലൻസോട് കൂടി നോക്കുക എന്നുള്ളതാണ്. പല സമയത്തും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു ചെറിയൊരു ട്രാപ്പിൽ ഇട്ടുന്ന കുട്ടികൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. അവർ സംസാരിക്കാറുള്ള കാര്യം എന്ന് വെച്ചാൽ സാർ ആദ്യമൊക്കെ വളരെ സ്ലോ ആയിരുന്നു സാർ, പിന്നീട് ആയപ്പോഴത്തേക്കും വളരെ ഫാസ്റ്റായപ്പോൾ ഞങ്ങൾക്കത് താങ്ങാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സാധനമുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അക്കാഡമിക് പ്ലാൻ എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നം ഈ പറയുന്ന സബ്ജക്റ്റ് ഡിഫിക്കൽട്ടീസ് ആണ്. മിക്കവാറും ആളുകൾക്ക് ചിലപ്പോൾ ഫിസിക്സ് ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി, ചിലപ്പോൾ ബയോളജിയിലുള്ള ചില ചാപ്റ്റേഴ്സൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളതാണ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം ഓവർകം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി, ഏറ്റവും പ്രൂവൺ ആയിട്ടുള്ള വഴി ആ ഒരു സാധനത്തിന് കൂടുതൽ സമയം അലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സപ്പോസ് നിങ്ങൾക്ക് ഫിസിക്സ് ആണ് ഡിഫിക്കൽട്ട് എങ്കിൽ യു ഹാവ് ടു അലോട്ട് മാക്സിമം ടൈം ടു ഫിസിക്സ്. ഉറപ്പായിട്ടും അത് തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം. സാധാരണഗതിയിൽ കുട്ടികളുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്, മാർക്ക് കുറവാണ് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് ഏറ്റവും കുറവ് സമയം അലോട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഏത് സബ്ജക്റ്റ് ആണോ ഏറ്റവും ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ എവിടെ നിന്നാണോ നമുക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നുണ്ടാവുക ആ സ്ഥലത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം അലോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ ഒരു ദിവസത്തെ സമയം നമ്മൾ ടോട്ടൽ ഒരു 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്സ് ടഫായിട്ടുള്ളൊരു കുട്ടി അതിൻ്റെ ഒരു പകുതി സമയം ഫിസിക്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ വേണ്ടി ചേരാവണം. എത്ര സമയമാണോ നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് അതിൻ്റെ പകുതി സമയം ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓവർ ദ ടൈമിൽ അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 6 മാസത്തെങ്കിലും കണ്ടിന്യൂസ് എഫേർട്ട് വെച്ചപ്പോഴാണ് ആ സബ്ജക്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഒതുങ്ങുന്ന തരത്തിൽ വരിക. നമ്മളിപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് ഈ സബ്ജക്റ്റ് കയ്യിലെത്തിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് വേണ്ട ആ ഒരു എഡ്ജ് ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് നല്ല മൂർച്ച വേണം. നമ്മളൊരു കത്തി കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ കത്തി നല്ല ഉരച്ച് രാഗി നല്ല മൂർച്ച നല്ല ഷാർപ്പാക്കണം. ഒറ്റ വെട്ടിന് 2ആക്കി മുറിക്കാൻ വേണ്ടി പറ്റണം. ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ 6 മന്ത്സോളം സമയം എടുക്കണം എന്നുള്ളതാണ്. സോ അക്കാഡമിക്കലി വരുന്ന 2 പ്രധാനപ്പെട്ട ചലഞ്ചുകൾ, ഒന്ന് ഏറ്റവും വാസ്റ്റ് സിലബസ് എന്നുള്ള കാര്യവും, രണ്ടാമത്തെ കാര്യം സബ്ജക്ട് ഡിഫിക്കൽട്ടി എന്നുള്ളതാണ്. ചെറിയ അച്ചീവബിൾ ആയിട്ടുള്ള പോർഷൻസ് ആക്കി തിരിച്ച് അതിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങൾക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനങ്ങൾക്ക് മാക്സിമം സമയം കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമിക്കിലുള്ള ചലഞ്ചുകൾ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു സ്ഥലത്ത് യു നീഡ് എ കോച്ച് ഓൾസോ. നിങ്ങൾക്ക് ഒരു അക്കാഡമിക് മെൻറ്റർ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് കോച്ചിൻ്റെ സാന്നിധ്യം കൂടി വേണം. ഈ കോച്ച് ഓരോ ദിവസവും ഡേ ബൈ ഡേ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൂടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ഡീൽ ത്രൂ ദിസ് തിങ്. ഇതിനുള്ളിൽ കൂടി നാവിഗേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ടാവും. നമുക്ക് ഇതിനേക്കാൾ വലിയൊരു ചലഞ്ചാണ് നമുക്ക് ഈ സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി വരുന്ന ചലഞ്ചുകൾ എന്നുള്ളത്. സോ അത് എങ്ങനെ നേരിടാമെന്ന് നോക്കാം. നമ്മൾ നിരന്തരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അത് നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമുക്കായിട്ടുള്ള കുറച്ച് സിസ്റ്റംസ് ഉണ്ടാക്കി വെക്കണം എന്നുള്ളതും അത് എല്ലാ ദിവസവും നമ്മളത് മാനേജ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട സാധനം എന്താ വെച്ചാൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം.
സാർ എന്ത് ചോദിക്കുന്നത്, നമ്മൾ മെഡിക്കൽ എൻട്രൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്, അതല്ലേ നമ്മുടെ ഗോൾ എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങളുടെ ഗോൾ. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഷോർട്ട് ടേം ഗോളുകൾ വെക്കണം. നിങ്ങളൊരു 1 ഇയർ ഗോളായിരിക്കും അല്ലെങ്കിൽ 2 ഇയർ ഗോളായിരിക്കും മെഡിക്കൽ എൻട്രൻസ് കിട്ടുക എന്നുള്ള കാര്യം. 2 ഇയർ ഗോൾ മെഡിക്കൽ എൻട്രൻസ് വെച്ച് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു +2 അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു 1 ഇയറിലൊരു ഗോൾ വെക്കണം, ഒരു 6 മന്ത്സ് ഗോൾ വെക്കണം, ഒരു 3 മന്ത്സ് ഗോൾ, ഒരു 1 മന്ത് ഗോൾ, അതിനകത്ത് തന്നെ ഒരു 1 വീക്ക് ഗോൾ, ഒരു 1 ഡേ ഗോൾ എന്നുള്ള രൂപത്തിൽ നമുക്കിങ്ങനെ ഗോളുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഓരോ ദിവസവും നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഗോൾ വേണം. നെക്സ്റ്റ് ഒരു 1 വീക്ക് കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ എന്താണ് എന്നുള്ള രൂപത്തിൽ നമ്മളിങ്ങനെ ഗോൾ വെച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത്. ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണലി തന്നെ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് വേ ഓഫ് ഗോൾ സെറ്റിംഗ് എന്നാ പറയാം. സ്മാർട്ട് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയാം, S ഫോർ സ്പെസിഫിക്, M for measurable, A for achievable, R for relevant and T for time bound എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ വെക്കുന്നുണ്ടാവുക. എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഒരു ഗോൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം, കൃത്യമായിട്ട്. ഞാൻ കുറേ ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ള രൂപത്തിലല്ല നമ്മൾ വെക്കുക, നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ള രൂപത്തിൽ കൃത്യമായിട്ട് ഒരു എണ്ണം പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമുക്ക് വെക്കാൻ വേണ്ടി പറ്റണം. പിന്നെ അതിനകത്ത് M for measurable എന്നുള്ളതാണ്. നമ്മൾ ആ ചെയ്യുന്ന സാധനം ഞാൻ നല്ലോണം പഠിക്കും. നല്ലവണ്ണം എന്ന് പറയുന്ന സാധനം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതിന് മെഷർ ചെയ്യാവുന്ന രൂപത്തിൽ ഇത്ര മണിക്കൂറിനോ അല്ലെങ്കിൽ ഇത്ര പേജ് അങ്ങനെ എന്തെങ്കിലും രൂപത്തിൽ മെഷർ ചെയ്യാവുന്ന രൂപത്തിലേക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ചീവബിൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടി, ഇപ്പം നിങ്ങളിൽ തന്നെ പെട്ട ഒരാൾക്ക് ഇപ്പോൾ ഒരു 10 ചോദ്യം ചെയ്യാനുള്ള എബിലിറ്റിയാണ് അയാൾക്ക് ഉണ്ടാവുള്ളൂ. അയാൾ ഒരു 1000 ചോദ്യം ചെയ്യുന്ന ഗോൾ വെക്കുക എന്നുള്ളത് അറ്റ് ഈസ് നോട്ട് അച്ചീവബിൾ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് 10 അച്ചീവബിൾ ആണെങ്കിൽ നമ്മൾ 11ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ള രൂപത്തിൽ മാത്രമേ വെക്കുകയുള്ളൂ. അത് നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ളൊരു ഗോൾ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ റെലവൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ വെച്ച് പോകുക എന്നുള്ളതല്ല, നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ അന്നേരം റെലവൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ടൈം ബൗണ്ട് ആയിട്ട് തീർക്കാൻ വേണ്ടി പറ്റണം. അങ്ങനത്തെ ഒരു ഗോൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഈ മെൻ്റൽ സാധനങ്ങൾ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമായിരിക്കും. പിന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഫോക്കസിങ് ഓൺ ദ പർപ്പസ്. നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു, വാട്ട് ഈസ് ദാറ്റ് ആൻസർ ഫോർ ദാറ്റ് വൈ എന്നുള്ളൊരു കാര്യമുണ്ട്. വൈ ഐ ആം സ്റ്റാർട്ടിങ്, വൈ ഐ ആം ഡൂയിങ് ദിസ്, ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യങ്ങൾ നിരന്തരമായിട്ട് ഒരു ദിവസത്തിൽ തന്നെ പല സമയത്ത് നമ്മളോട് തന്നെ ചോദിക്കാനും നമ്മൾ അതിന് ഓരോ തവണയും ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടി പറ്റണം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഓരോ തവണ നമ്മളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് നമ്മളോട് തിരിച്ചു തന്നെ ചോദിക്കും, നീ എന്തിനാടാ ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യം നിനക്കുണ്ടോ എന്നുള്ളൊരു കാര്യം. അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈ എന്നുള്ളൊരു ഉത്തരം നമ്മുടെ ഒരു ഈ പഠിക്കാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡയറിയുടെ പേജിലോ എഴുതി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ എഴുതി വെച്ച സാധനങ്ങൾ എല്ലാ ദിവസവും വായിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിൽ നിന്ന് ഉത്തരം പറയാതെ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും വായിക്കുക എന്നുള്ളത് നമ്മൾ അതിനെ വിളിക്കുന്നത് വെച്ചാൽ ഒരു പോസിറ്റീവ് അഫർമേഷൻ എന്നുള്ളൊരു കാര്യത്തിലാണ്. നമ്മുടെ പർപ്പസ്, നമ്മുടെ കാരണങ്ങൾ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള രൂപത്തിൽ എഴുതി വെച്ച് വായിക്കുക എന്നുള്ള രൂപം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോവുക, ഡീറെയിൽഡ് ആയി പോവുക പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം. നിങ്ങൾ ഒരു പക്ഷേ ഈ വീഡിയോ ഇത്രയും നേരം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളതുകൊണ്ടും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടും ആയിരിക്കും എന്നുള്ളതാണ് പറയുക. പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാനത് നേരിടും, ഇതൊക്കെ ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന സാധനമാണ്, ഞാനിത് നേരിടാൻ തയ്യാറാണ് എന്നുള്ള ഒരു രൂപത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ പോകുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ അയ്യോ ഇതെന്തൊരു കഷ്ടപ്പാടാണ് എന്നുള്ള ഒരു നെഗറ്റീവ് സെറ്റിൽ വെക്കാതെ ഇതൊക്കെ എനിക്ക് പറ്റുന്ന കാര്യമാണ് എന്നുള്ള ഒരു പോസിറ്റീവ് സ്ഥാനത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഹെഡപ്പ് ആക്കി പിടിച്ച് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഗോളുകളുണ്ടല്ലോ, ഓരോ ദിവസവും ഗോളുകൾ വെക്കണം. ഡെയിലി ഗോൾ, വീക്ക്ലി ഗോൾ, മന്ത്ലി ഗോൾ, 3 മന്ത്ലി ഗോൾ, 6 മന്ത്ലി ഗോളൊക്കെ വെച്ചിട്ട് പോലെ ഇതിൽ ഓരോ കുഞ്ഞു ഗോളുകൾ വരുന്ന സമയത്ത് നമ്മൾ സെൽഫായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. സെൽഫ് സെലിബ്രേഷൻ ഓഫ് ചെറിയ മൈൽ സ്റ്റോൺസ് ഈസ് വെരി വെരി ക്രൂഷ്യൽ എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഉണ്ടാവുക. ആൻഡ് ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് വേണ്ട സമയത്തൊക്കെ നിങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ പിയേഴ്സ്, ബാക്കി ആൾക്കാരോട് അവരോടൊക്കെ വെൻറ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് നല്ല നമുക്ക് മൈൻഡിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഒരാൾക്ക് ഒരു കുപ്പി വെള്ളം എടുത്ത് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടാവുക. അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിട്ടിരിക്കുക. ചെറിയ ബ്രേക്കുകൾ എടുക്കാനൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ഉണ്ടാവുക. ഇതിനകത്ത് നമുക്ക് വരുന്ന പ്രഷറുകൾ ഡിഫറെൻറ്റ് തരത്തിലുള്ള പ്രഷറുകളാണ്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന പ്രഷറുകൾ ഉണ്ടാവാറുണ്ട്, കോമ്പറ്റീഷൻസ് നേരിടാറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് തോറ്റു പോകുമെന്നുള്ളൊരു ഭയം വരാറുണ്ട്. ഇതിനൊക്കെ നേരിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഓരോ ഗോൾ വെച്ചിട്ട് ഓരോ ദിവസവും അന്നന്ന് നമ്മൾ സെറ്റ് ചെയ്ത ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് മാത്രം ആലോചിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യമാണ്. സോ പറയുന്ന അത്ര സിമ്പിളാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഓരോ ദിവസവും നിങ്ങളുടെ കോച്ച്, യു ഷുഡ് ഹാവ് എ മെൻറ്റർ, യു ഷുഡ് ഹാവ് എ കോച്ച്. ആ കോച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും ഈ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സപ്പോസ് നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ കോച്ചിങ് സാധനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജോബാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന
ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരോട് ചോദിക്കുക, ഇവിടെ എല്ലാ ദിവസവും നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് കിട്ടുമോ, എല്ലാ ദിവസവും നമ്മളെ ഒന്ന് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളിവിടെ ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ജസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിപ്പിക്കുക എന്നുള്ളതെങ്കിൽ 3 തൂണുകൾ മാത്രമേ ആയിട്ടുള്ളൂ. 4ാമത്തെ തൂണായിട്ടുള്ള സൈക്കോളജിക്കൽ തൂണ് നമുക്ക് വേണം. അത് ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനും ജോയിൻ ചെയ്യാനും നോക്കുക എന്നുള്ളതാണ്. ഈ നമ്മൾ അക്കാഡമിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞോ? പോരാ, നമുക്ക് ഇനിയും വലിയ പ്രശ്നങ്ങളുണ്ട്. സോഷ്യൽ എക്കണോമിക്കൽ പ്രശ്നങ്ങളൊക്കെ വരാനുണ്ട്. ലെറ്റ് us discuss what are the social burdens and economical burdens we are going to have in this 1 year എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അതിനകത്ത് എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജീവികളുടെ ലോകത്ത് ഏറ്റവും ഇവല്യൂഷൻ സംഭവിച്ചിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷേ മനുഷ്യന് ചില പരിമിതികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യം പോലും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഹ്യൂമൻ ഈസ് എ സോഷ്യൽ അനിമൽ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറയാൻ വേണ്ടി പറ്റും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും മറ്റു മനുഷ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സൊസൈറ്റി ആയിട്ട് ജീവിക്കേണ്ടി വരും. സൊസൈറ്റി ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന സമയത്ത് സോഷ്യൽ പ്രഷേഴ്സ് എന്തായാലും വരുന്നുണ്ടാവും എന്നുള്ളതാണ്. നമ്മളൊരു നീറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഒരു നീറ്റ് ആസ്പിരൻറ്റ് നേടുന്ന ഏറ്റവും വലിയ സോഷ്യൽ പ്രഷർ എന്താണെന്ന് അറിയോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കമ്പാരിസൺ ആണ്. കമ്പാരിസണും പിയർ പ്രഷറും. നമ്മുടെ ടീച്ചർമാർ, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ നാട്ടുകാർ പോലെയുള്ള ആളുകൾ നമ്മളെങ്ങനെ മറ്റാളുകൾ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി വേറെ ആരും കമ്പയർ ചെയ്യാനില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ മറ്റാളെ വെച്ച് കമ്പയർ ചെയ്യുന്നുള്ളതാണ്. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് യു ഹാവ് എ വെരി ക്ലോസ് ഫ്രണ്ട്. വളരെ ക്ലോസ് ഫ്രണ്ടാണ്. നമ്മൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരേപോലത്തെ വിഷനാണ്, ഒരേപോലത്തെ ആഗ്രഹമാണ്, വളരെ അടുത്ത സൗഹൃദ ബന്ധമാണ്. നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു നോക്ക്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന, ഒരേപോലെ ചിന്തിക്കുന്ന ഫ്രണ്ട്സിൽ 2 പേര് പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരാൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനായിരിക്കാം. ആ സമയത്ത് നമുക്ക് തന്നെ തോന്നില്ലേ, എന്തുകൊണ്ടായിരിക്കും ഇവൻ ഇത്ര മാർക്ക് കിട്ടിയത്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടാത്തത് എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുവാൻ ഒരു സാധ്യത കാണുന്നില്ലേ? ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് സെൽഫ് കമ്പാരിസൺ എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ പിയർ പ്രഷർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. പിയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റൂമിൽ താമസിക്കുകയാണെന്ന് വിചാരിക്കുക. ആ റൂമിൽ 4 കുട്ടികളുണ്ട്. മൊത്തത്തിൽ നമ്മളടക്കം 4 പേരാണ്. ബാക്കി 3 ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നു, ഭയങ്കര ടോക്സിക് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പ്രഷർ വരും, നമുക്ക് ടോക്സിക് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. 3 ആൾക്കാർ നല്ല രൂപത്തിൽ ഉഴപ്പി പോകുന്നു. അപ്പോഴും നമുക്കൊരു ഫീൽ വരും. എന്താ ഫീൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞാനും ഉഴപ്പണം, അല്ലെങ്കിൽ ഞാനും ഇതുപോലെ വർത്താനം പറഞ്ഞ ബാക്കി കാര്യങ്ങളിൽ സാധനങ്ങളിലേക്കായിരിക്കും നമ്മൾ നിൽക്കേണ്ടി വരിക എന്നുള്ളൊരു ഫീല് നമുക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. സോ ഇത്തരത്തിലൊരു പിയർ പ്രഷർ വരുന്ന സമയത്ത് നമ്മൾ ആ പിയർ പ്രഷറിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യാന്ന് അറിയോ? നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ചുറ്റും ഒരു ബൗണ്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് പ്രകടമായിട്ട് കാണുന്ന ഒരു സാധനമൊന്നുമില്ല. നമ്മൾ ഉറപ്പായിട്ടൊരു സോഷ്യൽ അനിമലാണ്, ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വി ഹാവ് എ ബൗണ്ടറി ഹിയർ. ഈ ബൗണ്ടറിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ നമ്മുടെ കോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക പോലെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, എക്സാം എഴുതുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിലാണ്. എന്ന് പറഞ്ഞാൽ വേറെ ആരത് ചെയ്താലും ആരത് ചെയ്തിട്ടില്ലെങ്കിലും ഞാനത് ചെയ്യും എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടാക്കി വെക്കുക. നമ്മൾ കുറച്ച് സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇൻട്രൻസിക് ആയിട്ടുള്ള മോട്ടിവേഷനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു മോട്ടിവേഷൻ. പുറത്തുനിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണം എന്നുള്ള ഒരു തോട്ട്, ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഞാനൊരു കാര്യം ഇതേ പോയിന്റിൽ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാളെ ഒരു കത്തി എടുത്തിട്ട് റോട്ടിൽ കൂടി നടന്നു പോവുക, ഒരു പാവം മനുഷ്യൻ, സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ റോട്ടിൽ കൂടി നടന്നു പോവുക. ഒരു കത്തി എടുത്തിട്ട് അയാളെ വെറുതെ പോയി കുത്തി, ആ കുത്തേറ്റ് അയാൾ മരിച്ചു വീണു. ഒരു വലിയ ക്രൈമാണല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു. ഇനി കാരണം ഉണ്ടെങ്കിൽ കൂടി അതൊരു വലിയ ക്രൈമല്ലേ? അതുപോലത്തെ ഒരു ക്രൈമാണ് ഒരാളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സാധനം. അത് നമ്മുടെ പേരൻസ് ചെയ്താലും, നാട്ടുകാർ ചെയ്താലും, ടീച്ചേഴ്സ് ചെയ്താലും, ഇനി നമ്മൾ ചെയ്താലും അത് ക്രൈമാണ്, അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓരോ ആളുകളും, ഓരോ ബ്രെയിനുകളും വളരെ യുണീക്കാണ്. ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾ പഠിക്കാനും അത് നടപ്പിലാക്കാനും അതിൻ്റെതായ സമയം വ്യത്യസ്തമായിട്ട് തന്നെ എടുക്കുന്നുണ്ടാവും. ഞാൻ പഠിക്കുന്ന സമയം ആവില്ല നിങ്ങൾ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾ എന്നേക്കാൾ വേഗത്തിൽ പഠിക്കും, ചിലപ്പോൾ നിങ്ങൾ എന്നേക്കാൾ വളരെ സ്ലോ ആയിട്ട് പഠിക്കും. പക്ഷേ ഞാൻ പഠിക്കുന്ന അതേ സമയത്ത് പഠിക്കുക ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്നെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ദർ ഇസ് നോ മീനിങ്. സോ ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ളതല്ല, വളരെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത് വൺ ഓഫ് ദ സോഷ്യൽ പ്രഷറാണ് നമുക്ക് നേരിടാനുള്ളത്. രണ്ടാമത്തെ സോഷ്യൽ പ്രഷർ എന്താണെന്നറിയോ? ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എക്കണോമിക്കൽ എന്ന് പറയുക. എക്കണോമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ യു തോട്ട് അബൌട്ട് നമ്മുടെ നീറ്റ് കോച്ചിങ്ങിനൊക്കെ നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്ന പൈസ എത്രത്തോളം എന്നറിയോ? അക്കാഡമിക് ഫീസായിട്ട് മാത്രം ഏകദേശം 1 ലക്ഷത്തോളം രൂപ വേണ്ടി വരും. നമ്മൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുകയാണെങ്കിൽ അവിടെയും ഏകദേശം 1 ലക്ഷത്തോളം വേണ്ടി വരും. സോ ചുരുങ്ങിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം മുതൽ
മുതൽ 3 ലക്ഷം രൂപ വരെയൊക്കെയാണ് നമ്മൾ ചിലവഴിക്കേണ്ടി വരുന്നുണ്ടാവുക ഈ ഒരു നീറ്റ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കൊക്കെ വേണ്ടി വരുന്നുണ്ടാവുക. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇൻവേരിയബിളി ഇറ്റ് ഈസ് ദെയർ. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ട് +1 +2 കൂടെ തന്നെയോ അല്ലെങ്കിൽ 10th സമയത്ത് തന്നെയോ വളരെ അടിപൊളിയായിട്ട് പഠിച്ച് സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, നമ്മൾ ഈ വീഡിയോ എല്ലാം കാണുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം ടോപ്പ് ലെവൽ അവിടുത്തെ 1ാം റാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനവും പ്രിപ്പറേഷനും നമ്മൾ ഇപ്പോഴേ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ മെജോറിറ്റി കുട്ടികൾക്ക് ഈ ഫിനാൻഷ്യൽ ബർഡൻ എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാവും. എസ്പെഷ്യലി ആ കുട്ടി വരുന്നത് ഒരു സോഷ്യലി ഒരു ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ ആണെങ്കിൽ അത് ഫിനാൻഷ്യൽ ബർഡൻ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത്ര അധികം പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ എനിക്ക് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു നോട്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഐ ഹാഡ് ദ സെയിം ഫീലിംഗ്. എനിക്ക് ഈ സെയിം ഫീലിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് റിയലി ഹർട്ടിങ് മീ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ വാട്ട് വി ക്യാൻ ഡു, വാട്ട് ഐ ക്യാൻ ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇത് ഈ ഒരു പോയിന്റിൽ നെസസറി ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. നമ്മൾ മാക്സിമം വർക്ക് എടുക്കാൻ വേണ്ടി തയ്യാറാവുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ പർപ്പസുകളുടെ കൂട്ടത്തിലേക്ക് ഈ ഒരു ഫാക്ടറും കൂടി ആഡ് ചെയ്ത് വെക്കാം. ഡെഫിനറ്റായിട്ടും ഐ ക്യാൻ ടെൽ യു ദാറ്റ് തിങ്, ഇഫ് യു ആർ ക്രാക്കിംഗ് ദിസ് എക്സാം മുന്നോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വർഷം കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് പോകാനും വീട്ടുകാർക്ക് ഇതൊക്കെ തിരിച്ച് റീപേ ചെയ്യാനും പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഹൗ വി ക്യാൻ നാവിഗേറ്റ് ത്രൂ ദിസ് തിങ് എന്നുള്ളതാണ്. ഇനിയും വേറൊരു സോഷ്യൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന പ്രശ്നം വെച്ചാൽ ഒരു അർബൻ റൂറൽ ഡിസ്പാരിറ്റി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടൗണുകളിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്കൂളിംഗ്, ബെറ്റർ ആയിട്ടുള്ള ട്യൂഷൻ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ചിലപ്പോൾ കുറച്ചൊരു പണമുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് സാധനങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ തിരിച്ച് നേരെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അത്ര ബെറ്റർ സ്കൂളിംഗ് അല്ലെങ്കിൽ അത്ര ബെറ്റർ ട്യൂഷൻ, അത്ര ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് അതൊന്നും അവൈലബിൾ ആവില്ലാത്ത കാരണം നമ്മൾ തുടക്കത്തിൽ വരുമ്പോൾ തന്നെ ചില കുട്ടികൾ രണ്ട് തട്ടിൽ നിൽക്കുന്ന കാണാൻ വേണ്ടി പറ്റും. ഓൾറെഡി കോച്ചിങ് എടുത്ത കുട്ടികളും ആദ്യമായിട്ട് കോച്ചിങ്ങിൽ വരുന്ന കുട്ടികളും നമ്മളൊരു ഡിസ്പാരിറ്റി ഒരു സാധനം കാണാറുണ്ട്. ഇതൊരു പ്രഷറായിട്ട് തന്നെ കാണാറുണ്ട്. ബട്ട് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂ മന്ത്സിൽ തന്നെ ഇത് ന്യൂട്രലൈസ് ചെയ്യുന്നുള്ളതാണ്. തുടക്കത്തിൽ ആ സാധനം ഉണ്ടാകും, പക്ഷേ ഫ്യൂ മന്ത്സിൽ തന്നെ അത് ന്യൂട്രലൈസ് ആയി പോകും. നമ്മൾ ബാക്കിയൊക്കെ നമ്മളുടെ എഫേർട്സ് വെച്ചിട്ട് മാത്രം മാറുന്നുണ്ടാവുക. ഞാൻ വളരെ പേഴ്സണലി തുടക്കത്തിലെ തന്നെ കോച്ചിങ് എടുത്ത ഒരാളോ അല്ലെങ്കിൽ പട്ടണ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളോ ഒന്നുമല്ല. ഞാനൊരു സാധാരണ കുട്ടിയാണ്, മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളായിരുന്നു. അത്രയധികം മാർക്കും ഉണ്ടായിരുന്നില്ല, നോട്ട് വെൽ കോച്ച്ഡ് ആയിരുന്നു. അങ്ങനത്തെ ഒരാൾ ഉറപ്പായിട്ട് ഒരു സെറ്റപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ വെൽ കോച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുമ്പോൾ അവരുടെ ഒപ്പം എത്താൻ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു 3-4 മന്ത്സിൻ്റെ ടൈം, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം, നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് എത്തും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള പിയർ പ്രഷർ, എക്കണോമിക് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒരു നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കോച്ചിങ് ക്വാളിറ്റികളിലുള്ള ഡിസ്പാരിറ്റീസ് ഒക്കെ വെച്ചിട്ട് ഒരു സോഷ്യൽ കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രഷേഴ്സ് ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. നമുക്ക് അതിനകത്തോട് നാവിഗേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു സാധാരണ നീറ്റ് കുട്ടിയുടെ ഒരു വർഷത്തെ ജേർണി എങ്ങനെയായിരിക്കും, നീറ്റ് കോച്ചിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് എ 1 year സൈക്കിൾ. ഒരു നീറ്റ് ആസ്പിരൻറ്റ് അവൻ്റെ ഒരു പ്രിപ്പറേഷൻ വർഷം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരുന്നത് വരെയുള്ള ഒരു ഇവൻറ്റുകൾ എങ്ങനെയായിരിക്കും നോക്കാം. നമുക്കൊരു 1 year എന്നുള്ള രൂപത്തിൽ എടുക്കുകയാണെങ്കിലും ശരിക്കും അബ്സല്യൂട്ട്ലി നമുക്ക് കിട്ടും 10 months ടൈമാണ് നീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആവറേജ് കിട്ടുന്നുണ്ടാവുക. നമുക്കിതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഓരോ 3 മാസങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ 3 മാസം, രണ്ടാമത്തെ 3 മാസം, മൂന്നാമത്തെ 3 മാസം എന്നുള്ള രൂപത്തിലേക്ക് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. സോ ഒരു കുട്ടി, അത് ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ, ഇതിന് മുന്നേ കോച്ചിങ് എടുത്ത കുട്ടിയാവട്ടെ കോച്ചിങ് എടുക്കാത്ത കുട്ടിയാവട്ടെ, അവർ തുടങ്ങുന്നതിന് മുന്നേയുള്ള അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു അച്ചീവ് ദിസ് തിങ്. എന്ത് വന്നാലും ഈ വർഷം ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ഇപ്പോൾ ഞാൻ ഇരുന്നിട്ട് ഈ വീഡിയോയിൽ പല ചലഞ്ചുകളും പല സാധനങ്ങളും പറയും, ഇത് എന്ത് പ്രശ്നം വന്നാലും ഐ ആം ഗോയിങ് ടു ക്രാക്ക് ദിസ് എന്നുള്ളതായിരിക്കും ആ കുട്ടിയുടെ ഒരു മെൻറ്റാലിറ്റി ഉള്ളത്. വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ കുട്ടി അഡ്മിഷൻ എടുക്കുകയും ആ കുട്ടി കോച്ചിങ്ങിന് വരികയും അങ്ങോട്ട് വീട് വിട്ട് വരികയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനീഷ്യലി ആ കുട്ടി ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്ന ആദ്യത്തെ ഒരു മാസത്തിൽ തന്നെ നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും ആ കുട്ടിക്ക് വരുന്നുണ്ടാവുക. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഹോം സിക്നെസ് വരും. ആൺകുട്ടികളിലും പെൺകുട്ടികളിലൊക്കെ ഒരുപോലെ ഹോം സിക്നെസ് വരാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ ഹോം സിക്നെസ്, വി വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ലൈക്ക് ആൻ ഇനേർഷ്യ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു സാധനമാണ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനാണെങ്കിൽ മൂവ് ചെയ്യാൻ തന്നെയായിരിക്കും ഇഷ്ടം, ഇല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സാധനത്തിനാണെങ്കിൽ നിൽക്കാൻ തന്നെയായിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ തന്നെ ജീവിക്കാനായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം ഉണ്ടാവുക. സോ അവിടെ നിന്ന് മാറി പുതിയൊരു എൻവയോൺമെൻറ്റിൽ പുതിയൊരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വി വിൽ ബി ഗെറ്റിംഗ് ഇനേർഷ്യ. നമുക്ക് അങ്ങോട്ടേക്കുള്ള ആ ഒരു മാറ്റത്തിനെ, ആ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ ടേക്ക് 1 month, ഇനീഷ്യൽ 1 monthലെ കാര്യമാണ്. അപ്പോൾ ആ ഒരു 1 monthലെ പഠനവും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ഒരു പീക്ക് പെർഫോമൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ലായിരിക്കും എന്നുള്ളതാണ്.
സോ നമ്മൾ ഡിസൈഡ് ചെയ്യും സെക്കൻഡ് മന്തിൽ പീക്ക് പെർഫോമൻസ് കൊണ്ടുവരാം. സെക്കൻഡ് മന്തിൽ പീക്ക് പെർഫോമൻസിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. പക്ഷേ അവിടുത്തെ പ്രശ്നം നമ്മുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് മാർക്ക് കൂടുന്നുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് 600 കിട്ടും, നമുക്കപ്പോൾ 500 കിട്ടും. നമ്മൾ വിചാരിക്കും നമുക്ക് 500 കിട്ടും, അപ്പോൾ ചിലപ്പോൾ നമുക്ക് 400 കിട്ടും. നമുക്ക് 700 കിട്ടുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് 600 കിട്ടും. എല്ലാ വർഷവും എല്ലാ ആളുകളും എപ്പോഴും നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ താഴെ മാത്രം കിട്ടുന്ന ആളുകളായിരിക്കും. കാരണം നമ്മുടെ ആസ്പിറേഷൻസ്, നമ്മുടെ ഡ്രീമുകൾ എപ്പോഴും മേലെ തന്നെ ആയിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡ്രീമും നമുക്ക് കിട്ടുന്നത് തമ്മിലുള്ള ഒരു ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പ് വെച്ചിട്ട് ഫസ്റ്റ് മന്ത് മുതൽ സെക്കൻഡ് മന്തിലും തേർഡ് മന്തിലും ഒക്കെ നമുക്ക് ഡെസ്പെറേഷൻസ് ക്രിയേറ്റ് ആവും. നമുക്ക് സങ്കടങ്ങൾ വരാൻ തുടങ്ങും. എന്താ കിട്ടാത്തത്, എത്ര നാളായി വരാത്തത്, 1 മാസമായല്ലോ, 2 മാസമായല്ലോ, 3 മാസമായല്ലോ എന്നുള്ള രൂപത്തിൽ ഡെസ്പെറേറ്റ് ആവാൻ തുടങ്ങും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഈ എൻഡ് ഓഫ് ഫസ്റ്റ് ആദ്യത്തെ 3 മാസത്തോടുകൂടി എൻഡ് ഓഫ് ഈ കോൺഫിഡൻസ് ലെവൽ കുറച്ച് താഴേക്ക് വരാൻ വേണ്ടി തുടങ്ങും. മിക്കവാറും കുട്ടികളൊക്കെ ഈ ഒരു പോയിന്റിനെ വളരെ സക്സസ്ഫുള്ളി കവർ ചെയ്ത് മുന്നോട്ട് പോകുമെങ്കിലും ചില കുട്ടികൾ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇതെന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്നുള്ള രൂപത്തിൽ നിർത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിർത്തിപ്പോകണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് ഓരോ കുട്ടികളുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ തീരുമാനങ്ങളാണെങ്കിൽ കൂടി ഈ ഒരു പോയിന്റ് ഇറ്റ് ഇസ് എ വെരി നോർമൽ പീരീഡ് എന്നുള്ള കാര്യങ്ങൾ. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു പീരീഡിലേക്കായിരിക്കും ചിലപ്പോൾ ഫിസിക്സിലേക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കടന്നു വരിക, കെമിസ്ട്രിയുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരിക. അപ്പോൾ നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് ഇത് കഴിയില്ല, എനിക്കിതിനുള്ള കഴിവില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അത് മിക്കവാറും സമയത്തൊക്കെ വെറും തോന്നലുകളായിട്ട് മാത്രം വരുന്ന സാധനങ്ങളായിരിക്കും. ആ ഒരു ടൈം, ആ 3 months പീരീഡ് എന്നുള്ള സമയം നമ്മളൊന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ, അറ്റ് ദ എൻഡ് ഓഫ് 3 months അല്ലെങ്കിൽ 4th മന്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ഈ ഒരു ഡിപ്പ് ഇമോഷണലി നല്ല ഡ്രെയിനിങ് ആവാനുള്ളൊരു പോസിബിലിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. അത് എല്ലാ വർഷവും സീരിയസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓൾ ഇന്ത്യ വൈസിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ കാണാറുണ്ട് എന്നുള്ളത്. ഇതിനകത്തെ പറ്റിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വെബ്സൈറ്റുകളിൽ നമ്മൾ ഈ സാധനങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകൾ വീണ്ടും പഠിക്കാൻ വേണ്ടി തുടങ്ങും. ഗ്രാജുവലി ദേ വിൽ ബി ഗെറ്റിംഗ് ദ പീക്ക് പെർഫോമൻസ് ഉള്ളതാണ്. 4th month 5th month 6th month ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പെർഫോമൻസ് പീക്ക് ആവും. സോ ഇനീഷ്യലി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പീക്ക് പെർഫോമൻസ് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പെർഫോമൻസ് ഇനീഷ്യലി ഒരു 3 monthsലേക്ക് ഒരു ചെറിയ ഡിപ്പ് അല്ലെങ്കിൽ കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഡിപ്പാണെങ്കിൽ പിന്നീട് ഗ്രാജുവലി ഒരു 6 months കൊണ്ട് അതൊരു പീക്ക് പെർഫോമൻസ് നമ്മൾ വിചാരിച്ച ഒരു പെർഫോമൻസിലേക്ക് എത്തുകയും ലാസ്റ്റിലത്തെ 3 മാസത്തിൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്റ്റൈൽ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുക. കാരണം ഇനീഷ്യൽ 6 months ടൈമിലേക്ക് നമുക്ക് എന്താണ് ഇതിൻ്റെ സ്റ്റഡി മെത്തേഡ് എന്ന് മനസ്സിലാക്കാൻ തന്നെ നമ്മൾ 6 months ടൈം എടുക്കാറുണ്ട്. അതിനുശേഷമുള്ള 7th month 8th month 9th monthലേക്കൊക്കെയാണ് നമുക്ക് ആ ഒരു പവറിൽ നമുക്ക് വേണ്ട ഒരു പവറിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. സോ യൂഷ്വലി ലാസ്റ്റിലത്തെ 3 months നമ്മുടെ റിവിഷൻ നടക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ എക്സാമിൻ്റെ പീരീഡ് സാധനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ ആദ്യത്തെ 6 മാസം നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കാനെടുക്കുന്ന സമയവും പിന്നത്തെ 3 മാസം അല്ലെങ്കിൽ 4 മാസം നമ്മൾ റിവിഷൻ എടുക്കാനുള്ള സമയമായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് തീരുക എന്ന് പറയുന്നത് വരെ നമ്മൾ ഈ കാര്യം കൃത്യമായിട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും, എസ്പെഷ്യലി ഫസ്റ്റ് 3 months. അതിനുശേഷം ഓക്കെ ആയിട്ട് വരുന്നുണ്ടാകും. വൺസ് ചാപ്റ്റേഴ്സ് തീർന്ന് റിവിഷൻ തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അപ്പോഴായിരിക്കും കുറച്ചായിട്ട് കോൺഫിഡൻസ് മുന്നോട്ട് കയറി വരുന്നുണ്ടാവുക. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ നമ്മുടെ നീറ്റ് എക്സാമിലേക്ക് എഴുതുന്നുണ്ടാവുക. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീറ്റ് എക്സാമിന് 720 കിട്ടുന്ന ഒരു കുട്ടിക്ക് എപ്പോഴാണ് 720 കിട്ടി തുടങ്ങുക? അത് സാധാരണഗതിയിൽ വരുന്നൊരു ചോദ്യമാണ്. ലെറ്റ് മീ ടെൽ യു വെരി ഫ്രാങ്ക്ലി, നീറ്റ് എക്സാമിന് 720 കിട്ടുന്ന ഓൾ ഇന്ത്യ റാങ്ക് 1 എന്ന് കിട്ടുന്ന കുട്ടിക്ക് അതിന് മുന്നേ ഒരു പ്രാവശ്യം പോലും 720 കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ആ കുട്ടി ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് വരിക. നമുക്കിങ്ങനെ തോന്നും 720 ആണെങ്കിൽ കുട്ടി ജോയിൻ ചെയ്ത് അന്ന് മുതൽ എല്ലാ എക്സാമിനും 720 കിട്ടിയ കുട്ടിയായിരിക്കും. ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല മക്കളെ. ആ കുട്ടി തുടങ്ങിയത് വല്ല 300 എന്നായിരിക്കും, ചിലപ്പോൾ ഒരു 200ലേക്ക് താഴും. പിന്നെ ഇങ്ങനെ കയറി വന്നിട്ടാണ് ടോപ്പ് റാങ്കിലേക്ക് ടോപ്പ് മാർക്കിലേക്ക് പോകുന്നുണ്ടാവുക. അത് എങ്ങനെയാണ് പോകുന്നത്? അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വേണം. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കുറേ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, കുറേ അക്കാഡമിക് ഫാക്ടേഴ്സ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന അങ്ങനത്തെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കും. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 year സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത് വളരെ അംബീഷ്യസ് ആയിട്ടായിരിക്കും. ഒരു 3 മാസത്തിൽ നമ്മുടെ അംബീഷൻസ് കുറയാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പിന്നീട് അവിടെ നിന്ന് ഗ്രാജുവലി പിടിച്ച് കയറിയിട്ടാണ് 9th monthൻ്റെ എൻഡിൽ അല്ലെങ്കിൽ 10th monthൻ്റെ എൻഡിൽ നല്ലൊരു സക്സസിലേക്ക് നമ്മൾ പോകാനുള്ളൊരു പോസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ടാവുക. ഈ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ വേണ്ട ആൾക്കാർ ഒന്ന് നമ്മുടെ അധ്യാപകരാണ്, രണ്ടാമത് നമ്മുടെ മെൻറ്റർമാരാണ്. തീർച്ചയായിട്ടും നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. അവർ ഇതിന് മുന്നേ ഇതേ പാത്തിലൂടെ കടന്നു പോയ ആളുകളാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ളതാണ്. ഒരു പ്രാവശ്യമെങ്കിലും നീറ്റ് എഴുതിയ ആളായിരിക്കണം നമ്മുടെ മെൻറ്ററായിട്ടുണ്ടാവേണ്ടത്. അല്ലാതെ നീറ്റ് എക്സാമോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോലും എഴുതാത്ത ഒരാൾ നമ്മുടെ മെൻറ്ററായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും അവരനുഭവിക്കാത്ത കഥകൾ അത് അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ പറയാണ് എനിക്കിങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നു, അത് അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ എന്നുള്ളൊരു വലിയ ഫാക്ടർ മനസ്സിലാക്കണം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നീറ്റ് എഴുതിയ ഒരു മെൻറ്റർ നമുക്കുണ്ടാവുക, നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരാളാണ് നമ്മുടെ പേരൻസ് എന്ന് പറയുന്ന ആൾക്കാർ. പേരൻസിന് ഇതിനകത്ത് എന്തെങ്കിലും റോൾ ഉണ്ടോ? തീർച്ചയായിട്ടും വളരെ വലിയ റോളുണ്ട്. ലെറ്റ് us discuss what is the role of parents in this journey.
നമ്മുടെ പേരൻസ് ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ വളരെയധികം വിദ്യാഭ്യാസമുള്ള ആളുകളോ വളരെയധികം വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളോ ആയിരിക്കാം. പ്രത്യക്ഷത്തിൽ നമ്മളോട് വളരെ സ്നേഹം കാണിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അതിനെ സ്നേഹം കാണിക്കാത്ത ആൾക്കാരോ ആയിരിക്കാം. ഭയങ്കര പൈസയുള്ള ആൾക്കാരോ പൈസ ഇല്ലാത്ത ആൾക്കാരോ ആയിരിക്കാം. പക്ഷെ അവർ നമ്മുടെ പേരൻസാണ്. ഈ പേരൻസിന് നമ്മളുടെ ഈ ജേർണിയിൽ വലിയ റോൾ ഉണ്ടാവും എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മളൊരു സൈക്കാട്രിയിൽ അല്ലെങ്കിൽ സൈക്കോളജിയിലുള്ള ഒരു തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വൺ പേഴ്സൺ ഈസ് സ്ട്രെസ്ഡ്, ഒരു പേഴ്സൺ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പം ആ പേഴ്സൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചു പോകുന്ന പറയാം. ചൈൽഡ്ഹുഡിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറുപ്പത്തിലേ നടന്ന സംഭവങ്ങളായിരിക്കും നമുക്ക് ഓർമ്മയുണ്ടാവുക. ഒരു കുഞ്ഞ് ചെറുതായിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ ഒരു 2 വയസ്സുള്ള അല്ലെങ്കിൽ 3 വയസ്സുള്ള ചെറുതായിട്ട് നടക്കാൻ തുടങ്ങിയ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ മുട്ടിലഴയുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി പെട്ടെന്ന് പേടിക്കുന്ന ഒരു സംഭവം കാണുകയാണ്, സ്ട്രെസ്ഡ് ആവുന്ന ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ആ കുട്ടി ഉറപ്പായിട്ടും ഓടി ആ കുട്ടിയുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് വരുമായിരിക്കും. മുട്ടിലഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. തീർച്ചയായിട്ടും 18 വയസ്സിലോ 17 വയസ്സിലോ ഒക്കെ നീറ്റ് കോച്ചിങ് പോലെയുള്ള ഒരു സാധനങ്ങൾ, അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് അതിനും അപ്പുറത്തേക്കൊരു പ്രായത്തിൽ ഒരു 30ാമത്തെ വയസ്സിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇവോക്ക് ചെയ്യുന്നുണ്ടാവുക ആ ചൈൽഡ്ഹുഡ് മെമ്മറി ആയിരിക്കും. നമ്മൾ അന്ന് അമ്മയുടെ അടുത്തേക്ക് തിരിച്ചോടിയ ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഇങ്ങനെ നീറ്റ് കോച്ചിങ് എടുക്കുന്ന കുട്ടികൾ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ചലഞ്ചുകളുടെ ഉള്ളിൽ കൂടിയാണ് അവർ കടന്നു പോകാനുള്ളത്. അവർ കടന്നുപോയി തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഓടി വരുന്നത് അവരുടെ പേരൻസിൻ്റെ അടുത്തേക്കായിരിക്കും. സോ ആദ്യം പറഞ്ഞ പോലെ ഏതൊരു തരത്തിലുള്ള പേരൻ്റ് ആണെങ്കിലും ഈ കുട്ടി തിരിച്ച് ഓടി വരുന്നത് പേരൻസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ പേരൻസിൻ്റെ റോൾ എന്താണ് ഇതിനകത്ത്? പേരൻസിന് ഈ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ കുട്ടി കടന്നു പോകുന്ന ചലഞ്ചുകൾ എന്താണ്, ആ കുട്ടി ഇപ്പോൾ ഏത് ഫേസിലാണ് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ 3 മാസത്തിൽ ആ കുട്ടിയുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരുന്ന ഒരു സമയമായിരിക്കും. പിന്നീട് പതുക്കെ പഠിച്ച് കയറുന്ന സമയമായിരിക്കും. ആ കുട്ടിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ മേ ബി ലാസ്റ്റ് 9ാമത്തെ അല്ലെങ്കിൽ 10ാമത്തെ മാസത്തിലായിരിക്കും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഓരോ മാസത്തിലും കുട്ടിയുടെ ഈ മാനസികാവസ്ഥ പല രൂപത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ട് നിൽക്കുമ്പം ഇതേ കാര്യം കൃത്യമായിട്ട് അറിയുന്ന ഒരു പേരൻ്റ് ആണെങ്കിൽ ആ പേരൻറ്റിന് അതനുസരിച്ചിട്ട് പെരുമാറാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ചില പേരൻസൊക്കെ നമ്മളോട് പറയും, സാർ കുട്ടിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, കുട്ടിക്ക് ഇത്ര സ്ട്രെസ് അടിപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു പ്രോസസ്സല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കാരണം ഡേ ബൈ ഡേ സ്ട്രെസ് കൂടി വരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അന്നന്ന് അടിക്കുന്ന സ്ട്രെസ്സുകൾ കുട്ടീനെ എങ്ങനെ സ്ട്രെസ് അടിക്കാൻ അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പറയുന്ന പേരൻസിൻ്റെ റോൾ എന്ന് പറയുന്ന സാധനം. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന് 2 റോളാണ്, 2 രൂപത്തിലാണ് ചെയ്യുന്നുണ്ടാവുക. ഒരു കുട്ടി ഭയങ്കര സ്ട്രെസ്ഡായി ഭയങ്കര കഷ്ടപ്പെട്ട് തീരെ വയ്യ, അമ്മ എനിക്ക് കിട്ടുന്നില്ല, അമ്മേ കുഴപ്പമില്ല, അമ്മ എനിക്ക് പേടിയാവുന്ന അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കുട്ടി വരുന്നതെങ്കിൽ ആ പേരൻറ്റിൻ്റെ റോള് ആ സമയത്ത് വളരെ പോസിറ്റീവായിട്ട് കുട്ടിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കുട്ടിയുടെ പറയണം മോൻ ടെൻഷൻ അടിക്കേണ്ട, കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത് കുട്ടികളുടെ തലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രെസ്സാണ് കേട്ടോ. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ പേരൻസൊക്കെ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് എന്നെ പഠിപ്പിക്കുമ്പോൾ അഥവാ എനിക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ലേ എന്നുള്ളൊരു സാധനം കുട്ടികളെ സംബന്ധിച്ചിട്ട് വലിയ ഫാക്ടറാണ്. അപ്പോൾ ഒരു കുട്ടി വല്ലാത്ത രൂപത്തിൽ എനിക്ക് കിട്ടില്ല അമ്മ, എനിക്ക് പേടിയാവുന്ന അമ്മ എന്ന് പറയുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം സ്നേഹത്തോടെ പറയാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും വേണ്ടി വന്ന ഒരു ഉമ്മ കൊടുക്കാനും വേണ്ടി വന്നാലെന്നല്ല, നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഓരോ ഉമ്മ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. നല്ലോണം കെട്ടിപ്പിടിച്ച് സ്ട്രോങ് ആക്കി മുറുക്കെ പിടിച്ച് നമ്മളുണ്ട് കൂടെ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരാളായിട്ടാണ് അങ്ങനെ വരുന്നൊരു കുട്ടീനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരിക. നേരെ തിരിച്ചിട്ട് ഒരു കുട്ടി അത്രയ്ക്ക് സ്ട്രെസ്സൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്, ആ കുട്ടി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് കുട്ടി വൃത്തിയായിട്ട് വർക്ക് എടുക്കുന്നില്ലേ എന്നുള്ളൊരു സാധനം നോക്കുന്ന സമയത്ത് ഈ കുട്ടീനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും ആ കുട്ടീനെ ഒന്ന് നിർബന്ധിച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും ആ കുട്ടീനെ തിരിച്ച് ട്രാക്കിലേക്ക് വരണം. നമ്മൾ പറഞ്ഞു മോട്ടിവേഷൻ ലോസ് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ ഈ മോട്ടിവേഷൻ ലോസ് ആവാനുള്ള സാധ്യതകൾ വരുമ്പോൾ ആ കുട്ടിയെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും കുട്ടി എന്തിന് തുടങ്ങി എന്നുള്ള കാര്യം കുട്ടിയെ ഓർമ്മിപ്പിക്കാനും ആ കുട്ടിയെ കൃത്യമായിട്ട് പഠിക്കാനുള്ള നിർദ്ദേശം കൊടുക്കാനും പേരൻ്റാണ്. അപ്പോൾ പേരൻറ്റിൻ്റെ ജോബ് ഇസ് എ വെരി ഡിഫിക്കൽട്ട് ജോബ്. ഞാനിങ്ങനെ പലതവണയും പല വീഡിയോസിലും എല്ലാം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ലോകത്തെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ജോബുകളിലൊന്ന് പേരൻറ്റിങ്ങാണ്. കാരണം കുട്ടി വളരുന്നതനുസരിച്ചിട്ട് ഓരോ ഫേസിലും പേരൻറ്റിങ് നമ്മൾ മാറ്റി ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ കുട്ടി വളർന്നു 18 വയസ്സായി നീറ്റ് കോച്ചിങ് എടുക്കുകയാണ്. നമ്മളതിനകത്ത് തീരെ ഇൻവോൾവ് ആവാതിരിക്കുന്നത് അത് ഭയങ്കര പ്രഷറാണ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാവുക. അമ്മയും അച്ഛനും ഇതിനെപ്പറ്റി ബോധയുടെ അല്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എത്ര കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നു എന്നുള്ള കാര്യം എൻ്റെ അമ്മയും അച്ഛനും അറിയുന്നില്ല എന്നുള്ളത് കുട്ടിക്ക് തമ്മിൽ വളരെ വലിയ പ്രഷറായിട്ടാണ് വരുന്നുണ്ടാവുക. ഇനി നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അമ്മയും അച്ഛനും ഇടപെടുന്നു. ഞാനിന്നിപ്പോൾ ഉറങ്ങുന്നതിൽ ഇടപെടുന്നു, ഭക്ഷണം കഴിക്കുന്നതിൽ ഇടപെടുന്നു, ഞാൻ പഠിക്കുന്നതിൽ ഇടപെടുന്നു, എൻ്റെ ഓരോ പരീക്ഷയിലും ഇടപെടുന്നു. അതും കുട്ടീനെ സംബന്ധിച്ച് വളരെ വലിയ സ്ട്രെസ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം വലിയ ജോബാണ് പേരൻസിന് ചെയ്യാനുള്ളതെന്ന്. കുട്ടി കഷ്ടപ്പെടുകയാണെങ്കിൽ കുട്ടീനെ ആശ്വസിപ്പിക്കാനും, കുട്ടി കഷ്ടപ്പെടുന്നില്ലെങ്കിൽ കുട്ടീനെ നിർബന്ധിക്കാനും, ഇനി കുട്ടിയുടെ കാര്യത്തിൽ വല്ലാതെ ഇടപെടാതിരിക്കാനും, കുട്ടിയുടെ കാര്യത്തിൽ നല്ല രൂപത്തിൽ ഇടപെടാനും ഒക്കെ ഒരേ സമയം ഒരു പേരൻറ്റിന് സാധിക്കണം. ഒരു അകലത്തിൽ നിന്ന് മാത്രം കുട്ടിയെ കാണുക എന്നുള്ളതാണ് ഒരു പേരൻ്റ് എന്നുള്ള രൂപത്തിൽ ചെയ്യേണ്ട കാര്യം. പക്ഷേ കുട്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളൊരു കൈ ആയിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അഥവാ കുട്ടിക്ക് പിടിക്കണമെങ്കിൽ പിടിച്ച് നിൽക്കാനുള്ളൊരു കൈ വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ആൻഡ് പേരൻറ്റും നമ്മളിപ്പോൾ ഈ കുട്ടിയെ
നീറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നീറ്റ് എന്നുള്ളൊരു പ്രിപ്പറേഷന് വേണ്ടി കുട്ടി മുന്നോട്ട് വരുന്ന അതേ സമയത്ത് തന്നെ പേരൻറ്റും അതേ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തതായിട്ട് തന്നെ പേരൻറ്റ് മനസ്സിലാക്കുക. കുട്ടി കടന്നു പോകുന്ന ഓരോ ഒരു ഫേസിലും എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പേരൻറ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന പോലെ തന്നെയാണ് കുട്ടിക്ക് ഒരു നീറ്റ് കോച്ചിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കുട്ടീനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ എൻക്വയറി ചെയ്യുക. ഇവിടെ പേരൻസിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തരിക, എങ്ങനെയാണ് കുട്ടി പഠിക്കുന്ന അല്ലെങ്കിൽ കുട്ടിയുടെ മാനസികാവസ്ഥ കാര്യങ്ങൾ നമ്മളെ എങ്ങനെയാണ് അറിയിക്കുന്നത്, പേരൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ട്രെയിനിങ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ, പേരൻസിൻ്റെ മീറ്റിങ്ങുകൾ നടക്കാനുണ്ടോ, പേരൻസിന് ഓരോ ഫേസിലും കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ പേരൻസിനെ പഠിപ്പിക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അത്തരത്തിലുള്ള സംവിധാനമുള്ള സ്ഥലത്തേക്ക് പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പേരൻസിനോടാണ് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവർ നീറ്റ് നേടിയാലും നീറ്റ് നേടിയില്ലെങ്കിലും കഷ്ടപ്പെടുമ്പോഴും ഒക്കെ നമ്മൾ മാത്രമാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. സോ പരമാവധി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് സാധനം മാത്രമല്ല. ചില സമയത്ത് ഒരു അടി വെച്ച് കൊടുക്കുന്നത്, അടിക്കാൻ പാടില്ല, പക്ഷേ ശകാരിക്കുന്നതോ ആ കുട്ടീനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതോ ഒക്കെ എന്താണ് സപ്പോർട്ടിൻ്റെ പാർട്ടായിട്ടുള്ള സാധനം തന്നെയാണ്. കുട്ടികളോട് പറയാനുള്ള കാര്യം, നമ്മുടെ പേരൻസ് ആണ് നമ്മളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അത് നമ്മൾ കണ്ടില്ല എന്ന് ഒരിക്കലും നടിക്കാൻ പാടില്ല. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ പേരൻസും കുട്ടികളും ബാക്കി എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് ചെയ്തു പോകുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, നമ്മളുടെ ഒരു നീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ വരുന്നുണ്ടാവുക. നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം ചോദിച്ചാൽ മേരീസ് റൂം എന്നുള്ള ഫിലോസഫിക്കൽ റിഡിലിനെ പറ്റിയിട്ട് ഓർമ്മയില്ലേ? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൂമിൽ മാത്രം ജീവിച്ചിരുന്ന മേരി. ആ മേരി ആദ്യമായിട്ട് ഒരു കളറുള്ള ഒബ്ജക്റ്റ് കാണുമ്പം മേരിക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം ഫിലോസഫേഴ്സിൻ്റെ ഇടയിൽ തന്നെ രണ്ട് തരം അഭിപ്രായമുണ്ട്. മേരിക്ക് കളർ വിഷനെ പറ്റിയിട്ട് എല്ലാം അറിയുന്നത് കൊണ്ട് മേരിക്ക് ഇതൊരു പ്രെഡിക്റ്റ് ചെയ്തപ്പെട്ട ഒരു വികാരമായിരുന്നു എന്നുള്ള കാര്യം. അതല്ല, ഇത് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണെന്നുള്ളതാണ്. നമ്മുടെ നീറ്റിനെ പറ്റിയിട്ട് നിങ്ങളോടിപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. നീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും സിലബസ് എന്താണെന്നും അക്കാഡമിക് നോൺ അക്കാഡമിക് ചലഞ്ചുകൾ എന്താണെന്നും ഓരോന്നിനെയും എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്നും നമ്മുടെ ഒരു ജേണി എന്താണെന്നും എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ നിങ്ങൾ നേരെ നീറ്റിന് റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നീറ്റ് കോച്ചിങ് എടുക്കാനോ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്ന എക്സ്പീരിയൻസുകൾ എല്ലാം ഇതായിരിക്കും എന്ന് അറിഞ്ഞിരുന്നാലും നിങ്ങൾ നേരിട്ട് ഇതേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിംഗ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എ റിയലി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ഡെഫിനറ്റായിട്ട് ഞാൻ പറയട്ടെ, മേരീസ് റിഡിലിൻ്റെ ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു ആൻസർ എന്തായിരിക്കും എന്ന് വെച്ചാൽ, എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ അനുഭവം അത് എപ്പോഴും വേറെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഈവൻ റിപ്പീറ്റിങ്ങിന് എന്താണ് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും അറിയാമെങ്കിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത്, നീറ്റ് കോച്ചിങ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ആസ്പെക്റ്റും നിങ്ങൾക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പെയിനുകളും ചലഞ്ചുകളും അതൊക്കെ റിയൽ ചലഞ്ചുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരും. അത് എത്ര ബ്രില്യൻ്റ് ആയിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഒറ്റയ്ക്ക് സാധിക്കുമോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ സമയത്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കോച്ചിൻ്റെ ഇമ്പോർട്ടൻസ് വരിക. പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കൃത്യമായിട്ട് ഒരു അക്കാഡമിക് പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്ന ആളുകൾ, കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ആളുകൾ, കൃത്യമായിട്ട് നിങ്ങൾക്ക് സീക്വൻഷ്യലി ടെസ്റ്റുകൾ വെച്ച് തന്ന് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഓരോ റൗണ്ടിലും ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ആളുകൾ, നിങ്ങളുടെ പേരൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകൾ, നിങ്ങളുടെ സൈക്കോളജിക്കലായിട്ടുള്ള ചലഞ്ചുകളെ ഓരോ ദിവസവും അഡ്രസ്സ് ചെയ്യാനും അതിനുവേണ്ടി കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും പറ്റുന്ന ആളുകൾ, ഇത്തരത്തിലൊക്കെ ആളുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഈ ജേണി നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസുകൾ, ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പെയിനുകൾ, ആ ചലഞ്ചുകൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്ത് നമ്മളുടെ ഡ്രീമിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ വി ആർ ജസ്റ്റ് പ്രസൻറ്റിങ് യു ദ ഡോപ്പ കോഴ്സസ്. ഡോപ്പയിൽ നല്ല അടിപൊളിയായിട്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളും നല്ല അടിപൊളിയായിട്ട് റിപ്പീറ്റേഴ്സ് ബാച്ചുകളും നടന്നു വരുന്നുണ്ട്. നമ്മൾ നീറ്റ് കഴിഞ്ഞ ആളുകൾ, ഡോക്ടേഴ്സ്, എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ എന്നാണ്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഞാൻ 2013 നീറ്റ് ക്രാക്ക് ചെയ്ത ആളാണ്. അന്ന് എനിക്ക് കേരള റാങ്ക് 15 ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റിനുള്ളിലൂടെയും എല്ലാ വിഷമതകളിലൂടെയും കടന്നുപോയിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നോടൊപ്പം തന്നെ 250ഓളം ഡോക്ടേഴ്സ് ആൻഡ് മെഡിക്കോസ് ഡോപ്പയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ നീറ്റ് പോലത്തെ ഒരു എക്സാം
എഴുതിയ ആൾ എന്നല്ല നിങ്ങളോട് പറയുന്നത്. നീറ്റ് തന്നെ എഴുതി നീറ്റ് തന്നെ ക്രാക്ക് ചെയ്ത ആളുകളാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അക്കാഡമിക് പ്ലാൻ ആൻഡ് എവറിത്തിങ് ഈസ് സോ ഫൈൻലി ട്യൂൺഡ്. വളരെ ഫൈനായിട്ട് ട്യൂൺ ചെയ്തു വളരെ നല്ല റിസൾട്ടുകളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഡോപ്പ. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് ഡോപ്പ ആൻഡ് വിൽ മീറ്റ് യു ഫ്രം ദ ക്ലാസ് റൂംസ്. ബൈ. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഓർക്കുക. ആൻഡ് അതുപോലെ തന്നെ ചാനലിൻ്റെ താഴെ ഈ വീഡിയോൻ്റെ അടിയിൽ ഇതിനെപ്പറ്റിയുള്ള കമൻറ്റുകളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കണേ. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ വെളിച്ചങ്ങൾ എല്ലാം കൂടുതൽ കുട്ടികൾക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. സോ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന ഉദ്ദേശത്തിലൂടെ ബൈ. സീ യു.